ഗുരുവിന്റെ തീർത്ഥാടന ലക്ഷ്യങ്ങൾ. ആ തീർത്ഥാടന ലക്ഷ്യങ്ങളാണ് ശിവഗിരി തീർത്ഥാടനത്തെ നമ്മളെല്ലാവരും ഇന്ന് അറിയുന്ന രീതിയിൽ അറിവിന്റെ തീർത്ഥാടനം എന്ന ആ വലിയൊരു പേര് ലഭിക്കുവാൻ കാരണം. ലോകമെമ്പാടും തീർത്ഥാടനങ്ങളുണ്ട്. തീർത്ഥാടനങ്ങളുടെ നാടാണ് ഭാരതം. ഭാരതത്തിലുള്ള പോലുള്ള തീർത്ഥാടനം മറ്റ് ഒരു രാജ്യത്തും കാണാൻ കഴിയില്ല. പക്ഷെ ഇത്രയും തീർത്ഥാടനങ്ങൾ ഉണ്ടായിട്ടും ആ തീർത്ഥാടനങ്ങളിൽ നിന്ന് ശിവഗിരി തീർത്ഥാടന മഹാമഹത്തെ വ്യതിരിക്തമാക്കുന്നത് ഈ അഷ്ടലക്ഷ്യങ്ങളാണ്. മറ്റെല്ലാ തീർത്ഥാടനത്തിൽ നമുക്ക് ഒരുപാട് റിച്വൽസിനെ കാണാൻ സാധിക്കും, ആചാര അനുഷ്ഠാനങ്ങളെ കാണാൻ സാധിക്കും. ആ ആചാര അനുഷ്ഠാനങ്ങളിൽ സൂക്ഷ്മമായി അറിവിന്റെ തലമുണ്ട്. അപ്പോൾ ശബരിമല തീർത്ഥാടനം, ആ ശബരിമല തീർത്ഥാടനത്തിന്റെ പദ്ധതികളെ വിചാരം ചെയ്താൽ അതിൽ അറിവിന്റെ വലിയൊരു തലമുണ്ട്. പക്ഷെ അത് സൂക്ഷ്മമാണ്. ആചാര്യന്മാർ പല തീർത്ഥാടന വേളകളിലും സൂക്ഷ്മമായിട്ട് അറിവിനെ സമന്വയം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ശിവഗിരി തീർത്ഥാടനം പോലെ വ്രതശുദ്ധരായി വരുന്ന ആളുകൾ ഒരു വിശ്വമാനവിക ദർശനത്തെ വിചാരം ചെയ്യുന്ന ഒരു പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത് മറ്റെവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ശിവഗിരി തീർത്ഥാടനത്തിന് ഏറ്റവും മർമ്മം എന്ന് പറയുന്നത് ഈ അഷ്ടലക്ഷ്യങ്ങൾ തന്നെയാണ്. ഈ അഷ്ടലക്ഷ്യങ്ങൾ അന്ധകരണ ശുദ്ധിയോടുകൂടി ശ്രവിക്കുവാനുള്ള അവസരമാണ് വാസ്തവത്തിൽ ശിവഗിരി തീർത്ഥാടന മഹാമഹം എന്നുള്ളത്. അഷ്ടലക്ഷ്യങ്ങളിൽ ആദ്യത്തെ 4 വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, ഇതെല്ലാ മനുഷ്യരും നേടിയെടുക്കേണ്ട അനിവാര്യമായ ഗുണങ്ങളാണ്. ഈ 4 ലക്ഷ്യങ്ങളിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും മാറി നിൽക്കാൻ പാടില്ല. ഈ പ്രഥമ 4 ലക്ഷ്യങ്ങളിൽ നിന്ന് എല്ലാവരും, ലോകത്തുള്ള എല്ലാവരും തന്നെ വിദ്യാഭ്യാസം നേടണം, എല്ലാവരും ശുചിത്വമുള്ളവരായി തീരണം, എല്ലാവർക്കും ഈശ്വരഭക്തി വേണം, എല്ലാവരും സംഘടിതമായി ജീവിക്കണം. ആ സംഘടന എന്നുള്ളതിന് പല തലങ്ങളുണ്ടെങ്കിലും എല്ലാവരും സാമൂഹികമായിട്ടോ കുടുംബപരമായിട്ടോ ഏതെങ്കിലും പ്രകാരത്തിൽ സംഘടിതമായി ജീവിക്കണം. ഗുരുവിന്റെ സംഘടന അതിന് വിശാലമായ അർത്ഥത്തിൽ മുഴുവൻ മനുഷ്യ സമൂഹത്തെയുമാണ് ഗുരുദേവൻ സംഘടന എന്നതിലൂടെ വിവക്ഷ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 4 ലക്ഷ്യങ്ങൾ എല്ലാവരും നേടിയെടുക്കേണ്ടതാണ്. എന്നാൽ അതിനെ തുടർന്നുള്ള 4 ലക്ഷ്യങ്ങളാകട്ടെ അത് എല്ലാവരും നേടിയെടുക്കേണ്ട കാര്യമില്ല. അതാത് മേഖലകളിൽ പ്രാവീണ്യമുള്ളവർ. എല്ലാവർക്കും കൃഷി ചെയ്യണമെന്നില്ല, എല്ലാവർക്കും കൃഷി ചെയ്യാൻ സാധിക്കണമെന്നില്ല, എല്ലാവർക്കും കച്ചവടം ചെയ്യാൻ സാധിക്കണമെന്നില്ല, എല്ലാവർക്കും കൈത്തൊഴിലുകൾ ചെയ്യാൻ സാധിക്കണമെന്നില്ല, എല്ലാവരും ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനമുള്ളവരാണ് എന്ന് വരില്ല. പക്ഷേ രണ്ടാമത്തെ 4 ലക്ഷ്യങ്ങളാകട്ടെ സമൂഹത്തെ വികാസത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ്. അതാത് മേഖലകളിൽ പ്രാവീണ്യമുള്ളവർ ഈ ഘടകങ്ങളെ ആശ്രയിച്ചുകൊണ്ട് സമൂഹത്തിന്റെ സർവതോന്മുഖമായ വികാസത്തിന് പങ്കുവഹിക്കുന്നു. എന്നാൽ ആദ്യത്തെ 4 ലക്ഷ്യങ്ങൾ എല്ലാ മനുഷ്യരും നേടണം. രണ്ടാമത്തെ 4 ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ആദ്യത്തെ 4 ലക്ഷ്യങ്ങൾ നമ്മൾ അനിവാര്യമായി നേടണം. വിദ്യാഭ്യാസം നേടിയൊരു വ്യക്തിക്ക് ആ കൃഷിയെക്കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകും. ശുചിത്വം എന്ന് പറഞ്ഞാൽ ബാഹ്യവും ആഭ്യന്തരവുമായ ശുചിത്വം നേടിയൊരു വ്യക്തിക്ക് ശാസ്ത്ര സാങ്കേതിക മികവിനെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രയോഗിക്കാൻ സാധിക്കും. ശുചിത്വം എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ വീക്ഷണത്തിൽ ആഭ്യന്തരവും ബാഹ്യവുമായിട്ടുള്ള ശുചിത്വമുണ്ട്. നമ്മൾ ശ്രീനാരായണ ധർമ്മത്തിൽ ശുചിത്വം പഠിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും ഒക്കെ ശുചിത്വം പറഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ആഭ്യന്തരമായിട്ടും ശുചിത്വമുണ്ട്. ആഭ്യന്തരമായ ശുചിത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്ധകരണ ശുദ്ധി, മനസ്സിന്റെ നിർമ്മലതയാണ്. മനസ്സിന്റെ നിർമ്മലത നേടാത്ത ഒരാൾ സാങ്കേതിക രംഗത്ത് മുന്നേറിയാൽ പക്ഷേ അത് മനുഷ്യകുലത്തിന് ദോഷമായി വന്നേക്കാം. നമ്മൾ ഇന്നത്തെ കാലത്ത് പല വാർത്തകളും കാണുന്നു. വലിയ വലിയ ഡോക്ടർമാര്, വലിയ വലിയ ശാസ്ത്രജ്ഞര്, അവര് ലാബില് പരീക്ഷണങ്ങൾ നടത്തി സമൂഹത്തെ നശിപ്പിക്കാൻ ഉതകുന്ന ബോംബുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ബോംബുകൾ ഉണ്ടാക്കാൻ തുടങ്ങുന്ന ആലോചിച്ച് എത്രമാത്രം ക്രൂരതയാണ്, ഹീനതയാണ് സമൂഹത്തോട് കാണിക്കുന്നത്. അങ്ങനെ സമൂഹത്തെ നശിപ്പിക്കുവാൻ വേണ്ടി അവരുടെ ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനം
എങ്ങനെ പരിവർത്തനപ്പെട്ടു? എങ്ങനെ മാറി? അത് മാറാൻ കാരണം എന്താണ്? അത് മാറാൻ കാരണം ശുചിത്വം, ആഭ്യന്തരമായ അന്ധകരണ ശുദ്ധി ഇല്ലാതെ അവർ ആ മേഖലയെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രഥമ 4 ലക്ഷ്യങ്ങൾ നേടാത്ത ഒരു മനുഷ്യ സമൂഹത്തിന് ദ്വിതീയ 4 ലക്ഷ്യങ്ങളെ നേടിക്കഴിഞ്ഞാലും അത് മനുഷ്യ സമൂഹത്തിന്റെ പുരോഗമനമായ പുരോഗതിക്ക് ഉതകില്ല എന്ന് മാത്രമല്ല, നേരെ വിപരീതമായ ലക്ഷ്യത്തെ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ തീർത്ഥാടന പദ്ധതിക്ക് വലിയൊരു ശാസ്ത്രീയതയുണ്ട്. മാത്രമല്ല, ഈ ലോകത്തിന്റെ സർവ്വതോന്മുഖമായ വികാസത്തിന് ഗുരുദേവൻ ഉദ്ഘോഷിച്ച വലിയൊരു പദ്ധതിയാണ്. ലോകത്ത് അനവധി ആചാര്യന്മാര് അവരുടേതായ മേഖലയിൽ, അവരുടേതായ കാഴ്ചപ്പാടിൽ ഈ ലോകത്തിന്റെ ഉന്നതിക്ക് വേണ്ടി ഓരോ പദ്ധതികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കാറൽ മാർക്സ് ആകട്ടെ, ഏംഗൽസ് ആകട്ടെ, അതേപോലെ ഓരോ തത്വചിന്തകന്മാരാകട്ടെ, അവരെല്ലാം സമൂഹത്തിന് വികാസത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ കാഴ്ചപ്പാടിൽ വെച്ച് ഓരോ പദ്ധതികളെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ പദ്ധതികളെയും നമ്മൾ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ അതിലേറ്റവും പൂർണ്ണത വിളങ്ങി നിൽക്കുന്നത് ഗുരുവിന്റെ തീർത്ഥാടന ലക്ഷ്യങ്ങളിലാണ്. തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ ഇത്രയും പൂർണ്ണമായ ഒരു പദ്ധതി മറ്റെവിടെയും നമുക്ക് കാണുവാനേ കഴിയില്ല. അപ്പോൾ ഇതിന്റെ ആഴത്തെ നിരന്തരം ചിന്തിക്കാൻ മനുഷ്യ സമൂഹത്തെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വാരം വർഷം തോറും ഈ തീർത്ഥാടന ലക്ഷ്യങ്ങൾ നമ്മൾ അനവധി വേദികളിൽ വെച്ച് വിചാരം ചെയ്യുന്നത്. കാരണം നിരന്തരം വിചാരം ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കൽ പ്രായോഗികമായി തീരുകയെന്ന് ചെയ്യും. പ്രായോഗികം എന്ന് പറഞ്ഞാൽ ഈ സുപ്രഭാതത്തിൽ 100% പ്രായോഗികമാവുകയല്ല ചെയ്യുന്നത്. മറിച്ച് ക്രമേണ അത് സമൂഹ മനസ്സിനെ സ്വാധീനിക്കും. അതുകൊണ്ട് കഴിഞ്ഞ അനേകം വർഷങ്ങളിലെ ഈ തീർത്ഥാടന ലക്ഷ്യങ്ങളുടെ വിചിന്തനം ശിവഗിരി മഠത്തിലും അനുബന്ധ പ്രസ്ഥാനങ്ങളിലും ഒരുപാട് സ്ഥലത്ത് നിരന്തരം നടക്കുന്നത് കൊണ്ട് അതിന്റെ സ്വാധീനം സമൂഹത്തിൽ വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് കണ്ണു തുറന്ന് നോക്കിയാൽ കാണുവാൻ കഴിയുന്നതുമാണ്. അപ്പൊ ഇന്നത്തെ വിഷയം ഈ തീർത്ഥാടന ലക്ഷ്യങ്ങളിലെ പ്രഥമ ലക്ഷ്യമായിരിക്കുന്ന വിദ്യാഭ്യാസമാണ്. ഞാൻ പറഞ്ഞു, വിദ്യാഭ്യാസത്തെ കുറിച്ച് വളരെ ആഴത്തിലുള്ള വിഷയാവതരണം നടത്താൻ ബഹുമാനപ്പെട്ട ലേഖ അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ മഹിമയേറിയ ആ വിഷയത്തെ നമുക്ക് ശ്രവിക്കുവാൻ ഏവരും ശ്രദ്ധയോടുകൂടി ശ്രവിക്കണം. എങ്കിലും ആ ഒരു ആമുഖമെന്ന രീതിയിൽ ഗുരുവിന്റെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടിനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, വിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്നിനെ നേടിയെടുക്കുക എന്നുള്ളതല്ല വിദ്യയുടെ ആത്യന്തികമായിരിക്കുന്ന അർത്ഥം. മറിച്ച് അനാവരണം ചെയ്യുക എന്നാണ്. നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട്, ഞാൻ അറിവിനെ നേടിയെടുത്തു. പക്ഷെ മനനം ചെയ്താൽ മനസ്സിലാക്കുക, അറിവിനെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമോ? അറിവിനെ നേടിയെടുക്കാൻ കഴിയില്ല. കാരണം എന്താണ്? പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ അറിവിനെ മറച്ചിരിക്കുന്ന ഒരു ആവരണമുണ്ട്. ആ ആവരണത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ആവരണത്തെ ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ അറിവ് അതിന്റെ സ്വരൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രകടമാകും. ഇംഗ്ലീഷ് ഭാഷ ഇവിടെ നേരത്തെ ഉണ്ട്. ആ ഇംഗ്ലീഷ് ഭാഷ എന്നിൽ നിന്നും മറച്ച അജ്ഞാനത്തിന്റെ ഒരു ആവരണമുണ്ട്. ആ അജ്ഞാനത്തിന്റെ ആവരണത്തെ ഞാൻ ഇല്ലായ്മ ചെയ്യുന്നു. അപ്പൊ ഇംഗ്ലീഷ് ഭാഷ എന്റെ മുമ്പിൽ പ്രകടമായി. സാമ്പാർ ഇവിടെ നേരത്തെ ഉണ്ട്, പക്ഷെ സാമ്പാർ ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ല. അപ്പോ ആ സാമ്പാർ ഉണ്ടാക്കുക എന്നുള്ള ആ അറിവിനെ എന്നിൽ നിന്നും മറച്ചിരിക്കുന്ന അജ്ഞാനത്തിന്റെ ആവരണമുണ്ട്. ആ ആവരണത്തെ ഇല്ലാതാക്കി മാറ്റിക്കഴിഞ്ഞാൽ ആ അറിവ് നമ്മുടെ മുമ്പിൽ പ്രകാശിതമായി. അല്ലാതെ വായുവിൽ നിന്ന് നമ്മളൊരു സാമ്പാറിനെ സൃഷ്ടിക്കുന്നില്ല. ഈ ലോകത്ത് നമ്മൾ ഏതൊരു അറിവിനെ നോക്കിക്കഴിഞ്ഞാലും എന്താണ്? അറിവ് അങ്ങനെ തന്നെയാണ്. നേരത്തെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ പ്രകടമാകുന്നു. ഇന്നത്തെ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച ആളുകൾ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ ഉണ്ടാക്കുകയാണ് അല്ല, മറിച്ച് ആ AI ചാറ്റ് ബോട്ടുകളിൽ എല്ലാ കാര്യവും നേരത്തെ ഫീഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പാറ്റേണുകളായിട്ട് എല്ലാ കാര്യം, ഒരു ചിത്രത്തിന്റെ എല്ലാ വശങ്ങളും, ഒരു ചിത്രത്തിന്റെ എല്ലാ പിക്സലുകളും എല്ലാം തന്നെ അതിൽ നേരത്തെ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നു. പക്ഷെ നമ്മുടെ മനസ്സിലുള്ള ഭാവന, ആ ഭാവന നമ്മൾ അതിലേക്ക് ചെലുത്തുമ്പോൾ നേരത്തെയുള്ള സംഭവം നമ്മുടെ മുമ്പിൽ അനാവൃതമാകുന്നു, അത് തുറന്നു കാണിക്കപ്പെടുന്നു. ഇപ്പൊ വിദ്യ എന്ന് പറഞ്ഞാൽ ഒന്നിനെ നമ്മളിൽ നിന്നും മറച്ചിരിക്കുന്ന ആ ഘടകത്തെ ഇല്ലായ്മ ചെയ്യും. ഇതാണ് വിദ്യ.
ആ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ പരിശ്രമം ആവശ്യമാണ്. നിരന്തരമായ പരിശ്രമം കൊണ്ട് നമുക്ക് ഒന്നിനെ ആ ആവരണത്തെ മാറ്റാൻ പറ്റും. ഒരു സുപ്രഭാതത്തിൽ മാറ്റാൻ പറ്റില്ല. ആ പരിശ്രമത്തെയാണ് എന്ത് പറയുന്നത്? അഭ്യാസം എന്ന് പറയുന്നത്. പൗനഃ പുണ്യന എന്ന് പറയും. നിരന്തരമായിട്ടുള്ള പരിശ്രമം, ആവരണത്തെ മാറ്റാനുള്ള നിരന്തര പരിശ്രമം. അപ്പൊ നമ്മളൊരു അറിവിനെ നേടിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ അറിവിനെ നമ്മളിൽ നിന്ന് മറച്ചിരിക്കുന്ന ആവരണത്തെ മാറ്റുവാനുള്ള പരിശ്രമമാണ്. ഈ പരിശ്രമത്തെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇപ്പൊ ഗുരുവിന്റെ കാഴ്ചപ്പാടിൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സർവ്വതോന്മുഖമായ വികാസമാണ്. സർവ്വതോന്മുഖമായ വികാസം എന്ന് പറയുമ്പോൾ എല്ലാ വ്യക്തിയുടെയും വ്യക്തിത്വത്തിന്റെ വികാസം. അപ്പൊ നമ്മളിൽ ശാരീരികമായ ഒരു വ്യക്തിത്വമുണ്ട്. നമ്മൾ നിരന്തരം അധ്വാനിക്കുന്നു, കഷ്ടപ്പെടുന്നു. ആ ശാരീരികമായ വ്യക്തിത്വത്തിന്റെ വികാസം. അതേപോലെ നമ്മുടെ സുഹൃത്തുക്കള്, ബന്ധുക്കള്, ഈ സമൂഹം, ഇതിനോട് നമ്മൾ നിരന്തരം ഇടപെടുന്നു. എങ്ങനെ ഇടപെടുന്നു? മാനസികമായിട്ടാണ് ഇടപെടുന്നത്. ശാരീരികമായിട്ട് നമുക്ക് വളരെ പരിമിതിയുണ്ട്. ഒരുപാട് ദൂരെയുള്ള ആളുകൾ തമ്മിൽ ഇപ്പോഴും ബന്ധുക്കളാണ്, സുഹൃത്തുക്കളാണ്. അവരെങ്ങനെയാണ് പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത്? മാനസികമായിട്ടാണ്. അപ്പൊ ഒരു ഇമോഷണൽ വ്യക്തിത്വം നമുക്കുണ്ട്. ആ ഇമോഷണൽ വ്യക്തിത്വത്തിന്റെ പൂർണ്ണമായ വികാസം ഉണ്ടാകും. അതിന്റെ വികാസം ഉണ്ടായിട്ടില്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന് അതിൻ്റെതായ കുറവുണ്ടാവും. അതേപോലെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, നമുക്ക് കാഴ്ചപ്പാടുകളുണ്ട്, നമുക്ക് ആശയങ്ങളുണ്ട്, ആദർശങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ ഇന്റലക്ച്വൽ വ്യക്തിത്വമാണ്. ഭൗതിക വ്യക്തിത്വം എന്ന് പറയും, ബുദ്ധിയുടെ ഭാഗം. അതിന്റെ സമ്പൂർണമായ വികാസമാണ്. അതേപോലെ തന്നെ നമ്മളെല്ലാവരും ഒരു പരമമായൊരു സത്യത്തെ നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. സത്യത്തെ അന്വേഷിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എന്തോ ഒരു സമാധാനം, എവിടെയോ ഒരു സമാധാനം എനിക്കുണ്ട് എന്ന പ്രതീക്ഷയാണ് നമ്മളെല്ലാവരെയും മുന്നോട്ട് നയിക്കുന്നത്. എവിടെയോ എന്തൊക്കെയോ ശരിയാകും, ഇങ്ങനെയൊക്കെ കഷ്ടപ്പാടുണ്ടെങ്കിലും ഒരു നേർവഴി തെളിഞ്ഞു കിട്ടും. ആ പ്രതീക്ഷ, ആ സമാധാനം എന്താണ്? അത് നമ്മുടെ ഉള്ളിൽ തന്നെ മറഞ്ഞിരിക്കുന്ന അനാദിയായ ആനന്ദ സ്വരൂപമായ ഉണ്മയാണ്. അതിനെ നമ്മളെല്ലാവരും നിരന്തരം അന്വേഷിക്കുന്നുണ്ട്. ഇപ്പൊ ഗുരു പറയുന്നുണ്ട്, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിരുന്നു. എല്ലായ്പ്പോഴും നിരന്തരം ഏതോ ഒരു സമാധാനത്തെ അന്വേഷിച്ച് എല്ലാവരും പോകുന്നു. ആ സമാധാനത്തെ നമ്മൾ ചിലപ്പോൾ വ്യക്തികളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളിലോ കണ്ടെത്താൻ ശ്രമിച്ചേക്കാം. ആ വ്യക്തി മാറിക്കഴിഞ്ഞാൽ അടുത്ത വ്യക്തിയിൽ ശ്രമിച്ചേക്കാം. പക്ഷെ അങ്ങനെ ഒരു ആത്യന്തികമായ സമാധാനം ഉണ്ട് എന്ന് നമ്മുടെ ഉപബോധ മനസ്സ് പറയുന്നു. അതിനന്വേഷിക്കാൻ നമ്മൾ പല വിധത്തിൽ പരിശ്രമിക്കുകയും ചെയ്യുന്നു. അതിനെന്ത് പറയാം? നമ്മുടെ സ്പിരിച്വൽ പേഴ്സണാലിറ്റി എന്ന് പറയാം, ആത്മീയ വ്യക്തിത്വം. ഈ ആത്മീയ വ്യക്തിത്വത്തിന്റെ വികാസവും എന്താണ്? വിദ്യാഭ്യാസമാണ്. അപ്പൊ നമ്മുടെ ഏതെങ്കിലും ഒരു വ്യക്തിത്വത്തിന്റെ മാത്രം വികാസം ഒരിക്കലും അതിനെ വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണത എന്ന് പറയില്ല. കേവലം ശരീരത്തിന്റെ മാത്രം വിദ്യാഭ്യാസം, ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ മാത്രം വികാസത്തിന് ഒതുക്കുന്ന അറിവ് സമ്പൂർണമായ വിദ്യാഭ്യാസമല്ല. അതും വിദ്യാഭ്യാസമാണ്, പക്ഷെ സമ്പൂർണമായ വിദ്യാഭ്യാസമല്ല. കേവലം മനസ്സിനെയും മനസ്സിന്റെ ഇടപാടുകളെയും മാത്രം വികാസപ്പെടുത്തുന്ന വിദ്യാഭ്യാസം അത് സമ്പൂർണമായ വിദ്യാഭ്യാസമല്ല. മറിച്ച് ഈ പറയുന്ന എല്ലാ വ്യക്തിത്വങ്ങളെയും, എൻ്റെ ശാരീരികവും മാനസികവും ഇന്റലക്ച്വലും സ്പിരിച്വലുമായിട്ടുള്ള എല്ലാ വ്യക്തിത്വങ്ങളെയും വികാസത്തിലേക്ക് നയിക്കുന്ന ആ അറിവിന്റെ ആകെ തുകയ്ക്ക്, എൻ്റെ ശാരീരികമായ വ്യക്തിത്വത്തെ വികാസത്തിലേക്ക് നയിക്കുന്ന അറിവിന്റെ ഘടന വേറൊന്നായിരിക്കും. ആ ഘടനയായിരിക്കില്ല എൻ്റെ ആത്മീയമായ വികാസത്തിന് ഉതകുന്ന ഘടന. പക്ഷെ ഇവയുടെ ആകെ തുകയ്ക്ക് എന്ത് പറയാം? ഇവയുടെ ആകെ തുകയ്ക്ക് നമുക്ക് വിദ്യാഭ്യാസം എന്ന് പറയും. ഈ വിദ്യാഭ്യാസത്തെ ഗുരുദേവൻ ബ്രഹ്മവിദ്യാ പഞ്ചകത്തില് മനോഹരമായിട്ട് 2 ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ പലപ്പോഴും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തതാണ്. അഹം കഹ ഇദം ജഗത് കുതഃ. അഹം കഹ എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്, ഇദം ജഗത് കുതഃ എന്ന് പറയുമ്പോൾ ഈ ലോകം എവിടെ നിന്ന് വന്നു. അപ്പൊ ഞാൻ ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ആധ്യാത്മികമായ വിദ്യാഭ്യാസം. ഈ ലോകം എവിടെ നിന്ന് വന്നു എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഭൗതികമായ വിദ്യാഭ്യാസം. ഈ 2 അറിവുകളുടെയും സമന്വയത്തെയാണ് ഗുരുവിന്റെ വിദ്യാഭ്യാസ ദർശനം എന്ന് പറയുന്നത്. ഈ വിദ്യാഭ്യാസ ദർശനത്തിന്റെ പ്രയോജനം എന്താണ്? ഇപ്രകാരം വിദ്യാഭ്യാസം നേടിയ ഒരാളുടെ കർത്തവ്യം എന്തായിരിക്കണം എന്നും ഗുരു പറയുന്നുണ്ട്. അത് നിർവാണ ദർശനത്തിൽ ഗുരു വ്യക്തമായിട്ട് പറയുന്നു, ദഗ്ധ്വാ ജ്ഞാനാഗ്നിനാ സർവം ഉദ്ദിശ്യ ജഗതാം ഹിതം എന്ന് പറയും. അറിവാകുന്ന അഗ്നി കൊണ്ട് നമ്മുടെ ഉള്ളിലെ എല്ലാ അപൂർണതകളെയും ഇല്ലാതാക്കി ഭസ്മീകരിച്ച് നമ്മുടെ വ്യക്തിത്വത്തെ പരിപൂർണതയിലേക്ക് ഉയർത്തണം. ഉയർത്തിയിട്ട് വീട്ടിൽ പോയിരിക്കാൻ ഗുരു പറയുന്നില്ല. പിന്നെന്തു പറയുന്നു? ഉദ്ദിശ്യ ജഗതാം ഹിതം. ഈ ലോകത്തിന്റെ ഹിതത്തിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. അപ്പൊ ലോകത്തിന്റെ ഹിതത്തിനു വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ അടങ്ങിയിരിക്കുന്ന ദുർബലതകളെ അറിവാകുന്ന അഗ്നി കൊണ്ട് ഭസ്മീകരിക്കണം. ദഗ്ധ്വാ ജ്ഞാനാഗ്നിനാ സർവം. ഞാൻ ഇത്രയും പറഞ്ഞത് വിദ്യാഭ്യാസത്തിന്റെ ഒരു സൈദ്ധാന്തികമായിരിക്കുന്ന
പാരമാർത്ഥികമായിരിക്കുന്ന ചില ആശയങ്ങളെയാണ്. എന്നാൽ വ്യവഹാര തലത്തിലും വിദ്യാഭ്യാസമുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന അക്കാഡമിക് സ്റ്റഡീസ് എല്ലാം വ്യാവഹാരികമായ വിദ്യാഭ്യാസമുണ്ട്, വ്യാവഹാരികമായ വിദ്യാഭ്യാസമാണ്. അതിനും അതിൻ്റെതായ കരുത്തുണ്ട്, ഫലമുണ്ട്. നോക്കൂ, ഒരു കാലത്ത് എത്രയോ ജനവിഭാഗങ്ങൾ സ്വയം വിശ്വസിച്ചിരുന്നു, ഞങ്ങൾ ഒരു പിന്നോക്ക ജനവിഭാഗങ്ങളാണ്, ഞങ്ങൾ താഴ്ന്നവരാണ്, ഞങ്ങൾ ഇവർക്കൊക്കെ വിധേയപ്പെട്ട് ജീവിക്കേണ്ടവരാണ്, ഞങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല. അങ്ങനെ ഒരുപാട് പിന്നോക്ക ജനവിഭാഗങ്ങൾ വർഷങ്ങളോളം, ദശാബ്ദങ്ങളോളം അടിച്ചമർത്താൻ കാരണം അവരുടെ ഉള്ളിൽ ഞങ്ങൾ വിധേയപ്പെട്ട് ജീവിക്കേണ്ടവരാണെന്നുള്ള അറിവുള്ളത് കൊണ്ടാണ്. അവരുടെ ഉള്ളിലും അറിവുണ്ട്. പക്ഷെ ആ അറിവ് എപ്രകാരമാണ്? അയ്യോ, ഞങ്ങള് ഒരു പിന്നോക്കരാണ്, ഞങ്ങൾ ബ്രാഹ്മണാദികൾക്കൊക്കെ വിധേയപ്പെട്ട് ജീവിക്കേണ്ട ആളുകളാണ്. അപ്പൊ സ്വാമി തിരുപ്പാദുകൾ എന്ത് ചെയ്തു? സ്വാമി തിരുപ്പാദുകൾ വന്നു പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ആർക്കും വിധേയപ്പെട്ട് ജീവിക്കേണ്ട ആളുകളല്ല. നിങ്ങൾക്കും ഹോമം ചെയ്യാം, നിങ്ങൾക്കും പൂജ ചെയ്യാം, നിങ്ങൾക്കും ആരാധന നടത്താം, നിങ്ങൾക്കും വിദ്യാഭ്യാസം നേടി ഔപചാരികമായ വിദ്യാഭ്യാസത്തിലൂടെ മുന്നേറാം. അങ്ങനെ സ്വാമി തിരുപ്പാദങ്ങള് ആധ്യാത്മികമായ വിദ്യാഭ്യാസത്തിന്റെ കൂടെ ഒരുപാട് ജനങ്ങളില് എന്ത് കൊടുത്തു? വ്യാവഹാരികമായ വിദ്യാഭ്യാസം കൊടുത്തു. ആ വ്യാവഹാരികമായ വിദ്യാഭ്യാസം കിട്ടിയപ്പോൾ അവരുടെ അടിമത്ത മനോഭാവം മാറി. ഞങ്ങൾക്കും ഹോമം ചെയ്യാമല്ലോ. ഹോമം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ കുത്തക മാത്രമല്ല. ഞങ്ങൾക്കും ഹോമം ചെയ്യാം, ഞങ്ങൾക്കും ക്ഷേത്രത്തിലേക്ക് പോകാം, ഞങ്ങൾക്കും ആരാധിക്കാം. അപ്പൊ നോക്കൂ, ഈ തിരിച്ചറിവ് കിട്ടിയപ്പോൾ എത്രമാത്രം വലിയ ശക്തിയിലേക്ക് ഉയർന്നു. ഞാൻ പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ കരുത്ത് അത്രമാത്രം വലുതാണ്. നഹി ജ്ഞാനേന സദൃശ്യം പവിത്രമിഹ വിദ്യതേ എന്ന് ഗീതയിൽ പറയുന്നു. അറിവിനെ പോലെ പവിത്രമായി മറ്റൊന്നുമില്ല. ഒരാളിന്റെ അടുത്ത് അറിവുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മറ്റൊന്നുമില്ലെങ്കിലും അറിവ് ആ വ്യക്തിയെ നയിച്ചു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധ്യമാകുന്ന രീതിയിൽ പരമാവധി വിദ്യാഭ്യാസം കൊടുക്കുക. ഇന്ന് ഏതൊക്കെ തരത്തിൽ നമുക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാമോ അത്രമാത്രം വിദ്യാഭ്യാസം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർക്ക് പകർന്നു കൊടുക്കുക. അതോടൊപ്പം തന്നെ അവരുടെ മാനസികവും ഇന്റലക്ച്വലും സ്പിരിച്വലുമായിട്ടുള്ള വ്യക്തിത്വ വികാസം ചെയ്യുന്ന രീതിയിലുള്ള ആത്മീയമായ അറിവുകളും ഒരു വശത്ത് പറഞ്ഞു കൊടുക്കുക. ഇത് രണ്ടും പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ സമൂഹത്തിന് ഒരുപാട് മുന്നേറാൻ സാധിക്കും. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് സവിനയം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സ്വാമിജി. വളരെ വ്യക്തമായ രീതിയിൽ ഗുരുവിന്റെ തീർത്ഥാടന ലക്ഷ്യമായി വിദ്യാഭ്യാസത്തെ വിശകലനം ചെയ്തുകൊണ്ട് സ്വാമിജി ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തു. സ്വാമിജിക്ക് എല്ലാവരുടെയും പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ് നയിക്കുന്ന ഡോക്ടർ ലേഖ റോയ് മാഡത്തിന്റെ വാക്കുകളിലേക്ക് ശ്രദ്ധിക്കാം. എല്ലാവരുടെയും പേരിൽ മാഡത്തെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഞാൻ ആമുഖമായിട്ട് പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ സ്വാമിജി പറഞ്ഞതിൻ്റെ വലിപ്പമോ ഗരിമയോ ഒന്നുമില്ലെങ്കിലും കുറെ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നു. ഏതായാലും ഇനി അത് പറയേണ്ട കാര്യമില്ല. ഒരു ജന്മം നിന്ന് പറഞ്ഞാലും തീരാത്ത വിധത്തിലുള്ള ഒരു സബ്ജക്റ്റാണ് ഇന്ന് നമുക്കിവിടെ കൈകാര്യം ചെയ്യേണ്ടത്. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതെങ്ങനെയാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ സാധിക്കുക എന്നതിനെ കുറിച്ച് വളരെ ആശങ്കയുണ്ട്. എന്നിരുന്നാലും എൻ്റെ എളിമയിൽ നിന്നുകൊണ്ട്, അറിവിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഒരു അന്വേഷണം മാത്രമാണ് ഞാനിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു അഡ്രസ് എന്താണ്, ഒരു മേൽവിലാസം എന്താണ് എന്ന് ചോദിച്ചാൽ, നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ ഒന്നും തന്നെ അല്ല അതിന്റെ കാരണമെന്ന്. ഗുരു സ്ഥാപിച്ച ഒരു സ്കൂളിൽ, വക്കം സ്കൂളിൽ 7ാം ക്ലാസ് വരെയുള്ള എൻ്റെ വിദ്യാഭ്യാസം നയിക്കാൻ കഴിഞ്ഞതാണ് അതിനുള്ള
ഏറ്റവും പ്രഥമമായ ഒരു യോഗ്യതയായി ഞാൻ കാണുന്നത്. പിന്നീട് ഉപരിപഠനത്തിനായിട്ട് ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിലുള്ള കലാലയങ്ങളിൽ പഠിക്കാൻ സാധിച്ചു എന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം മഹാഭാഗ്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിലുള്ള കലാലയങ്ങളിലും എനിക്ക് പഠിപ്പിക്കുവാൻ സാധിച്ചു. പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഒക്കെ കഴിഞ്ഞത് ഗുരുവിന്റെ കൃപ കൊണ്ടാണ്, ഗുരുവിന്റെ അപാരമായ ഒരു കാരുണ്യം കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ വിദ്യാഭ്യാസ സങ്കല്പം. നേരത്തെ സ്വാമിജി പറഞ്ഞതുപോലെ തീർത്ഥാടനത്തെക്കുറിച്ച് ഗുരുവിനോട് സംസാരിക്കുവാനായിട്ട് വല്ലഭശ്ശേരി വൈദ്യരും കിട്ടൻ റൈറ്ററും ചെല്ലുമ്പോൾ, തീർത്ഥാടനം പറയുമ്പോൾ ഗുരു ചോദിക്കുന്നുണ്ട്, തീർത്ഥാടനമോ? ആഹാ, അത് കൊള്ളാമല്ലോ എന്നാദ്യം പറഞ്ഞു. അങ്ങോട്ട് ഗുരുവിനോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, കിട്ടൻ റൈറ്റർ എഴുതി വെച്ചിട്ടുണ്ട്, അത് പടിപടിയായിട്ട് വായിക്കാം എന്നാണ് വല്ലഭശ്ശേരി വൈദ്യര് പറയുന്നത്. ആകട്ടെ, കേൾക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നു. അപ്പോഴാണ് ഇവർ ഈ ആവശ്യം ഉന്നയിക്കുന്നത്, ഇതര മതസ്ഥർക്കെല്ലാം തീർത്ഥാടനങ്ങളുണ്ട്, തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്, ഹിന്ദുക്കളിലും ഉണ്ട്, പക്ഷെ അവിടെ ഒന്നും നമുക്ക് പ്രവേശനമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങൊന്ന് വിചാരിച്ചാൽ നമുക്ക് ശിവഗിരിയില് തീർത്ഥാടനം നടത്താൻ സാധിക്കും, പുണ്യ സംഗീതമായി മാറും. ഗുരു പറയുന്നുണ്ട്, ആഹാ, അത് കൊള്ളാമല്ലോ, തീർത്ഥാടനമോ? രണ്ട് കാര്യങ്ങൾ അപ്പോൾ സാധിക്കും. ഒന്ന്, കുഴൽ വെള്ളത്തിൽ കുളിക്കാം. രണ്ടാമത്തത്, നമ്മുടെ ശാരദാദേവിയെ വന്ദിക്കാം. ഒറ്റ നോട്ടത്തില് നമുക്ക് ഗുരു വളരെ ഭൗതികമായിട്ടാണ് ഇത് പറഞ്ഞത് എന്ന് തോന്നുന്നു. തീർത്ഥാടനം എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും മുങ്ങിക്കുളിച്ച് ക്ഷേത്രങ്ങളിൽ കയറി കാണേണ്ടതൊക്കെ കണ്ട് അറിയേണ്ടതിന്റെ പരമാവധി അറിഞ്ഞ് വരുന്നതിനെയാണ് നമ്മൾ തീർത്ഥാടനമായിട്ട് സാധാരണയായിട്ട് പറയുന്നത്. ഗുരു വളരെ ചുരുക്കമായിട്ട് എന്താണ് തീർത്ഥാടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയും. ഒന്ന്, ഭൗതികമായ ശുദ്ധി വരുത്തുക. കുഴൽ വെള്ളത്തിൽ കുളിക്കാം, നമ്മുടെ രായരുടെ പൈപ്പിൽ പോയി കുളിക്കാം. പൈപ്പല്ല അന്ന്, ശരിക്കും കുഴൽ വെള്ളം തന്നെയാണ്, ഇന്നാണ് അവിടെ പൈപ്പായി മാറുന്നത്. കുഴൽ വെള്ളത്തിൽ കുളിക്കാം. ഭൗതികമായ ശുദ്ധി വരുത്താം. തീർത്ഥാടനത്തിന്റെ ഒരു ലക്ഷ്യം അതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ശാരദാദേവിയെ വന്ദിക്കാം. നമ്മുടെ ശാരദ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഒരു അത്ഭുതകരമായ ഒരു പ്രതിഷ്ഠയാണ് അവിടെ ശാരദാദേവിയുടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. 1912 ഗുരു അത് സ്ഥാപിക്കുന്നത്. ശാരദാദേവി എന്ന് പറയുന്നത് 3 ദേവികളുടെ വളരെ സമഞ്ജസമായ സമ്മേളനമാണ്. ഒന്ന് സരസ്വതിയുടെ, മറ്റൊന്ന് ലക്ഷ്മിയുടെ, മറ്റൊന്ന് കാളിയുടെ. ഈ 3 പേരുടെയും കൂടി സമഞ്ജസമായ സമ്മേളനമായ ശാരദാദേവി ഉള്ളെടുത്ത് വേറെ ഒരു മൂർത്തികളും ആവശ്യം. അതാണ് വളരെ മിതമായ, ഗുരു തന്നെ പറയുന്നുണ്ട്, പൂവും നീരും മാത്രം മതിയല്ലോ നമ്മുടെ ശാരദയ്ക്ക് എന്ന് ഗുരു പറയുന്നുണ്ട്. അപ്പൊ തീർത്ഥാടനത്തിന്റെ പ്രാഥമികമായ ലക്ഷ്യം ഗുരു പറഞ്ഞു. ഭൗതികമായ ശുദ്ധി ഉണ്ടായിരിക്കണം, രണ്ടാമത്തത് ആത്മീയ ശുദ്ധിയും. അപ്പൊ ശാരദാദേവിയുടെ കാര്യം എടുത്തു പറയാൻ കാര്യം, ശാരദാദേവിയെ വിദ്യയുടെ അധിദേവതയായിട്ടാണ് ഗുരു പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പൊ അറിവിൻ്റെതാകണം തീർത്ഥാടനം, അറിവിന്റെ തീർത്ഥാടനം കൂടിയാകണം എന്ന് ഗുരു ആദ്യം, വെറുതെ ഗുരു ഒരു വാക്കുപോലും പറയുകയും.
ആദ്യമേ തന്നെ ഗുരു പറയുന്നത് അറിവിന്റെ തീർത്ഥാടനമാണ് എന്നതിന് വളരെ ലളിതമായിട്ട് ഗുരു പറഞ്ഞതാണ്. കുടൽ വെള്ളത്തിൽ കുളിക്കാം. രണ്ടാമത്തേത് ശരിക്കും ശാരദാദേവിയെ അറിവിന്റെ തീർത്ഥാടനമാണ്. ഏറ്റവും അവസാനം കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചപ്പോൾ ചോദിക്കുന്നുണ്ട്, എല്ലാ ലക്ഷ്യങ്ങൾ. അപ്പൊ ഇവര് രണ്ടുപേരും പരസ്പരം നോക്കുകയാണ്. വെറുതെ ആളുകൾ ഇവിടെ വന്ന് കുറെ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഇവിടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇതുപോലെ കുഴൽവെള്ളത്തിൽ കുളിച്ച് ഇവിടെ തൊഴുത് വെറുതെ അങ്ങ് ഇറങ്ങിപ്പോയാൽ മതിയോ? ഇതിനൊരു ലക്ഷ്യം വേണ്ടേ? ഏതൊരു പ്രവർത്തിക്കും ലക്ഷ്യമുണ്ട്. അങ്ങനെ പടിപടിയായിട്ട് ഗുരു തന്നെ ഇടത് വിരലിലെ കൈവിരൽ ഇങ്ങനെ മടക്കിക്കൊണ്ട് 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് 8 ലക്ഷ്യങ്ങളും പറയുകയാണ്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്റെ വിഷയമായ ആദ്യം ഗുരു പറഞ്ഞത് അത് വിദ്യാഭ്യാസം. ഒരു ലക്ഷ്യം, തീർത്ഥാടനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പ്രാഥമികമായ പ്രഥമമായ ലക്ഷ്യമാകണം എന്ന് ഗുരു. പിന്നെ നമുക്ക് അല്പം ഒന്ന് പുറകോട്ട് പോകാം, ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. മരുത്തോമലയിൽ വെച്ചാണ് ഗുരുവിന് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടായത് എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ വെച്ച് ഗുരുവിന്റെ സമാധി ഒരു സവികൽപ്പ സമാധിയിലാണ് പിന്നെ ഗുരു ജീവിച്ചത് എന്നാണ് പറയുന്നത്. അതിന്റെ ഓരോ തലങ്ങൾ പറയുന്നത്. അതില് നമ്മൾ ഗുരുവിനെ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മവിത്ത് എന്നാണ്. ബ്രഹ്മവിത്ത് എന്നാണ്. അതിന് വേറെയും അതിന്റെ തൊട്ട് താഴെ ബ്രഹ്മവിത്ത് പരൻ, ബ്രഹ്മവിത്ത് പരിയാൻ, ബ്രഹ്മവിത്ത് വരിഷ്ഠൻ, ഇങ്ങനെ പല പല തലങ്ങൾ വീണ്ടുമുണ്ട്. അപ്പൊ ബ്രഹ്മവിത്തായിട്ടാണ് പറയുന്നത്. ഗുരു എന്ന് പറയുന്നത് സാക്ഷാത്കാരം, സത്യമാണ്, ധർമ്മമാണ്, നീതിയാണ്, ക്ഷമയാണ്, കാരുണ്യമാണ്, സ്നേഹമാണ്, ദയയാണ് ഈശ്വരൻ എന്ന് കണ്ടെത്തിയതാണ്. ആ ഈശ്വരന്റെ കണികയാണ് ബാക്കിയുള്ള സകലതും. ഇവിടെയുള്ള സകലതും ആ ഈശ്വരന്റെ കണികയാണ്. ബ്രഹ്മമയം. ഗുരു അതിന് അറിവ് എന്ന് പേരിട്ടു. ആ അറിവാണ് ലോകത്തെല്ലാം നിൽക്കുന്നത്. അറിവ്, വിദ്യയെന്നും ബ്രഹ്മമെന്നും ഒക്കെ വിവേകമെന്നും ഒക്കെ നമുക്ക് പറയാം. അപ്പൊ അറിവാണ് ശരിക്കും ഈശ്വരൻ എന്ന് പറയുന്നത്. അറിവാണ്. ആ ഗുരു തന്നെ പറയുന്നുണ്ട്, നമ്മള് ദീപദശകത്തില് പറയുന്നുണ്ട്, സത്യം ജ്ഞാനം ആനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയും ഗുരു പറയുന്നുണ്ട്, നീ സത്യമാണ്. രണ്ടാമത് പറയുന്നു, നീ ജ്ഞാനമാണ്, നീ അറിവാണ്. അല്ല, നീ ഭൂതമാണ്, ഭാവിയാണ്, മായയാണ്, മായാവിയാണ്, മായാവിനോദനാണ്, സൃഷ്ടിയാണ്, സൃഷ്ടാവാണ്, സൃഷ്ടിജാലമാണ്, എല്ലാം പറഞ്ഞിട്ട് അവസാനം ആ ശ്ലോകത്തില് ഞാൻ നേരത്തെ ഉദ്ധരിച്ച നീ സത്യം ജ്ഞാനം ആനന്ദം എന്ന് പറയുന്ന ആ ശ്ലോകത്തിലെ 4ാമത്തെ വരി ഒന്ന് നോക്കിക്കേ. ഓതും മൊഴിയും ഓർക്കിൽ നീ. ഓതുന്ന മൊഴി എന്ന് പറയുന്നത് നീ തന്നെ. അപ്പൊ വിദ്യ എന്ന് പറയുന്നത് നമുക്ക് പകരണമെങ്കിൽ അതിനൊരു മൊഴി ആവശ്യമാണ്, സ്വരം ആവശ്യമാണ്, സ്വനം ആവശ്യമാണ്. ഉണ്ടോ? അപ്പൊ ശരിക്കും മൊഴി എന്ന് പറയുന്നത്, വാക്ക് എന്ന് പറയുന്നത്, അക്ഷരം എന്ന് പറയുന്നത്, ആ അക്ഷര ശബ്ദം എന്ന് പറയുന്നത് സാക്ഷാൽ ഈശ്വരനാണ്. അപ്പൊ അങ്ങനെയുള്ള ആ വിദ്യ യഥാർത്ഥത്തിൽ താനറിഞ്ഞ ദൈവം താഴേക്കിടയിലുള്ള ആൾക്കാർക്ക്, അജ്ഞതയുടെ അടിത്തട്ടില് അടിച്ചമർത്തപ്പെട്ടിരുന്ന ആൾക്കാർ, അല്ലെ, അന്ധകാരത്തിന്റെ പുതപ്പ് കൊണ്ട് ചവിട്ടി തേച്ച് അടിയിലോട്ട് തള്ളിയിട്ടിരുന്ന ആൾക്കാർ, ആ ആൾക്കാരെ സമുദ്ധരിക്കുവാനായിട്ട് ഈ ഈശ്വരനെയാണ്, ഈ വിദ്യയാണ് നമ്മൾ ഫലപ്രദമാക്കേണ്ടത് എന്ന് ഗുരു കരുതുകയാണ്. ഗുരു കരുതി എന്നുള്ളതിന് എന്താണ് തെളിവ് എന്ന് ചോദിച്ചാല്, ഗുരു എഴുതിയ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ അല്ല സോറി
പിന്നെ സുബ്രഹ്മണ്യനെ കുറിച്ച് എഴുതിയ ഒരു കീർത്തനമുണ്ടല്ലോ, സുബ്രഹ്മണ്യ കീർത്തനം. ആ സുബ്രഹ്മണ്യ കീർത്തനത്തിലെ 12ാമത്തെ ശ്ലോകം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പഷ്ടം രാവങ്ങു നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു, ചന്ദ്രൻ മറഞ്ഞോ തട്ടിത്തട്ടി പെരുക്കി പെരുവെളിയതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ. കഷ്ടം ദീനം പിടിച്ചോ മധുരയതു കുടിച്ചോ, കിടക്കുന്ന ലോകർക്കുത്തിഷ്ടോദ്ധിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിരിപ്പോ. സത്യം പറഞ്ഞാൽ സുബ്രഹ്മണ്യ കീർത്തനമാണ്. പക്ഷേ വളരെ ശ്രദ്ധിച്ച് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ ഗുരുവിന്റെ വിദ്യാഭ്യാസ ദർശനം, താനെന്ന് പറയുന്ന പഠിപ്പിക്കാനുള്ള ആളാണ്, ഗുരുവാണ്, ഗുരു ആകേണ്ട ആളാണ്. ബ്രഹ്മവിത്ത് എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട്, അപ്പൊ ബ്രഹ്മവിത്ത് യഥാർത്ഥത്തിൽ ലോകക്ഷേമ തൽപരനായിട്ട് തന്റെ ബ്രഹ്മത്തെ പ്രയോജനപ്പെടുത്തേണ്ടവനാണ്. അങ്ങനെ ബ്രഹ്മവിത്തിനൊരു അർത്ഥമുണ്ട്. ഇവിടെ ഈ ശ്ലോകത്തില് പറഞ്ഞിരിക്കുകയാണ്, സ്പഷ്ടം രാവങ്ങു നീങ്ങി ദിനകരൻ ഉദയം ചെയ്ത് ചന്ദ്രൻ മറഞ്ഞു. ഒറ്റ നോട്ടത്തിൽ ഇവിടെ ശരിക്കും ചന്ദ്രനെയാണ്, ദിവാകരനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നും. പക്ഷെ സൂക്ഷ്മമായ വിശകലനത്തിൽ നമുക്ക് മനസ്സിലാകും, ഈ നിലാവ് നീങ്ങി ദിനകരൻ ഉദയം ചെയ്യുകയും ചന്ദ്രൻ മറയുകയും ചെയ്യുന്നത്. ചന്ദ്രൻ എന്ന് പറയുന്ന മനസ്സിന്റെ പ്രതീകമാണ്, ചിത്തവൃത്തിയുടെ പ്രതീകമാണ്. അപ്പൊ ചിത്തവൃത്തികളെല്ലാം നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു. ദിനകരൻ എന്ന് പറയുന്നത് വെളിച്ചമാണ്, അല്ലെ? നമ്മൾ പറയുന്ന പഞ്ചഭൂതങ്ങൾ കടന്നിട്ട് ശരിക്കും ഭൂമി, ജലം, അല്ലെ, വായു, അഗ്നി, ആകാശം, അത് കഴിഞ്ഞ് ശബ്ദ സമാനമായ ഒരു അന്തരീക്ഷം, അതിന് മുകളില് ഗുരു തന്നെ പറയുന്നു ശരിക്കും പരമാം മഹസ് എന്ന് പറയുന്ന ഒരിടമുണ്ട്. ആ ഇടം എന്താണ് എന്ന് ചോദിച്ചാൽ അത് വെളിച്ചമാണ്. അതാണ് ഒരു കോടി ദിവാകരൊടൊത്തുയരും എന്ന് ഗുരു പറഞ്ഞു. ആ വെളിച്ചം എന്ന് പറയുന്ന ഒരു കോടി ദിവാകരന്മാർ ജ്വലിച്ചു നിന്നാൽ എത്രമാത്രം പ്രകാശമുണ്ടോ ആ പ്രകാശമാണ്. ആ പ്രകാശം എന്ന് പറയുന്ന സത്യത്തിന്റെ പ്രകാശമാണ്. ആ പ്രകാശം എന്ന് പറയുന്ന ജ്ഞാനത്തിന്റെ, അറിവിന്റെ, വിദ്യയുടെ പ്രകാശമാണ്. ആ പ്രകാശമാണ് ഒന്നും അറിഞ്ഞുകൂടാത്ത, നേരത്തെ പറഞ്ഞല്ലോ, കഷ്ടം ദീനം പിടിച്ചോ. അവിടെ ദീനം പിടിച്ചു എന്ന് പറയുന്നതിന് അസുഖം പിടിച്ചു കിടക്കുന്നു എന്നല്ല. അവിടെ ശരിക്കും ദീനന്മാരായിട്ട്, ശരിക്കും മേലാളന്മാരായ ആളുകളുടെ എന്താണ് പിന്നെ അടിച്ചമർത്തൽ കൊണ്ട് ഒരു കീടമായിട്ട് പോലും, ഒരു 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 സമൂഹത്തിലുള്ള ഒരു 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 ഉറുമ്പായിട്ട്, ഒരു കീടമായിട്ട്, കണ്ണ് കാണാൻ നിവർത്തിയില്ലാത്ത ഒരു കീടമായിട്ട് പോലും പരിഗണിക്കാതെ കിടന്ന കഷ്ടം ദീനം പിടിച്ചോ മധുരയത് കുടിച്ചോ. ഒന്നുമില്ലാതെ വരുമ്പോൾ വെളിച്ചത്തിന്റെ ഒന്നും എനിക്ക് നന്നാവാൻ ഒരു വഴിയും ഇല്ലാതെ വരുമ്പോൾ കിട്ടുന്ന തമസുകളെയൊക്കെ വിഴുങ്ങും. അതിലൊന്നാണ് മധുര, മദ്യം. അപ്പൊ ദീനം പിടിച്ച് ആട്ടും തുപ്പും ഒക്കെ പിടിച്ച് ഒട്ടും തന്നെ ശരിക്കും അന്ധകാരത്തിന്റെ തമസില് അടിപ്പെട്ട് എല്ലാവരും ചവിട്ടി താഴ്ത്തി വീണ്ടും 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 താഴ്ത്തിയിട്ടിരുന്ന അവര് സത്യം പറഞ്ഞാൽ ലഹരിക്ക് അടിപ്പെട്ട് കിടക്കുകയാണ്, മദ്യത്തിന് അടിപ്പെട്ട് കിടക്കുകയാണ്, അന്ധകാരത്തിന്റെ, അജ്ഞതയുടെ ഒക്കെ ലഹരിയിൽപ്പെട്ട് കിടക്കുകയാണ്, സാക്ഷാൽ മധുരയിലും പെട്ട് കിടക്കുകയാണ്, അല്ലെ? അങ്ങനെ കിടക്കുന്ന ആൾക്കാരെ ഉദ്ധിഷ്ടോദ്ധിഷ്ട, അവരെ ഉദ്ധരിക്കണം. ശീഘ്രം താമസിച്ചു പോയിരിക്കുന്നു, സമയം അതിക്രമിച്ചിരിക്കുന്നു, നദിയെ മുഴുകുവാൻ കാലമായി വന്നിരിപ്പോൾ. അതുകൊണ്ട് ബ്രഹ്മവിത്ത് എന്ന് പറയുന്ന ഞാൻ യഥാർത്ഥത്തിൽ സന്യാസത്തിന്റെ മുകളിലുള്ള പടവുകളിലേക്ക് പോകാതെ, ശരിക്കും അങ്ങനെ പോയാൽ സന്യാസി എന്നുള്ള രീതിയിൽ അങ്ങേറ്റത്തെ പദവിയിൽ എത്താനായിട്ട് സാധിക്കും.
ബ്രഹ്മനിഷ്ഠനാകാനായിട്ട് സാധിക്കും, ബ്രഹ്മവരിഷ്ഠനാകാനായിട്ട് സാധിക്കും. നിഷ്ഠൻ അല്ലെങ്കിലും ബ്രഹ്മവിത്തിനുമുണ്ട്, ബ്രഹ്മവരിഷ്ഠനാകാനായിട്ട് സാധിക്കും. പക്ഷെ ഞാൻ പോകുന്നില്ല, ഞാൻ ഇവിടം കൊണ്ട് നിർത്തുകയാണ്. എന്റെ ആൾക്കാര് ദീനന്മാരായി കിടക്കുമ്പോഴ്, അവര് മധുരയിൽ അടിപ്പെട്ട്, അന്ധകാരത്തിന്റെ മധുരയിൽ അടിപ്പെട്ട് കിടക്കുമ്പോഴ് യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യേണ്ടത് എന്താ? എന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പണിയുകയാണോ അവിടെ വേണ്ടത്? അല്ല, അവരെ സമുദ്ധരിക്കുവാനായിട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ് വേണ്ടത്. അപ്പൊ ബ്രഹ്മവിത്ത് എന്ന് പറയുന്ന ആ നാമം അക്ഷരാർത്ഥത്തില് സാർത്ഥകമാക്കുന്ന ഗുരുവിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആരാണ് ബ്രഹ്മവിത്ത് എന്ന് ചോദിച്ചാൽ, താൻ അറിഞ്ഞ ബ്രഹ്മത്തെ ലോകക്ഷേമ തൽപരന്മാരായിട്ട്, അല്ലെങ്കിൽ ലോകക്ഷേമാർത്ഥം അത് ഇങ്ങറ്റത്തെ താഴത്തെ തട്ടിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരെ സമുദ്ധരിക്കുവാനായിട്ട് സേവ ചെയ്യണം. ഏതിലൂടെ സേവ ചെയ്യണം? വിദ്യയിലൂടെ, അല്ലെ? അപ്പൊ വിദ്യയിലൂടെ സേവ ചെയ്യണം. ഇപ്പൊ അവര് മൂടിക്കിടക്കുകയാണ്. അവിദ്യയുടെ, മായയുടെ മൂടുപടം അണിഞ്ഞുകൊണ്ട്, അന്ധകാരമാകുന്ന പുതപ്പ് പുതച്ചുകൊണ്ട് കിടക്കുകയാണ്. അപ്പൊ അവരെ സമുദ്ധരിക്കണം. സമുദ്ധരിക്കാൻ എന്താ മാർഗം? വിദ്യ പകരുക, അല്ലാതെ എന്താ മാർഗം? അങ്ങനെ വിദ്യ പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗുരു അവതരിച്ചത്. അപ്പൊ ഗുരു അവതാരം എന്ന് നമ്മൾ പറയുന്നതിന്, അവതാരം എന്ന് പറയുന്ന മുകളിലത്തെ തട്ടിൽ നിന്നും താഴേക്ക് 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 ഇറങ്ങി വരുന്നതിനെയാണ് നമ്മൾ അവതരിക്കുക എന്ന് പറയുന്നത്. ഗുരുവിന് എത്രയോ മുകളിൽ പോകാമായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ. ഗുരു ആ സ്വാർത്ഥ ചിന്തയെല്ലാം വെടിഞ്ഞുകൊണ്ട്, എനിക്കിത് മതി, ലഭിച്ചത് മതി, ഈശ്വര സാക്ഷാത്കാരം കിട്ടിക്കഴിഞ്ഞു, ഇനി എനിക്ക് ചെയ്യാനുള്ളത് പാവപ്പെട്ട, ഒന്നും അറിയാതെ നിരക്ഷര കുക്ഷികളായി കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് വിദ്യ ചെയ്യാനായിട്ട്, വിദ്യ പകർന്നു കൊടുക്കുവാനായിട്ട് താഴേക്ക് 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 താഴേക്ക്. ഗുരുവിന്റെ പ്രധാനപ്പെട്ട എല്ലാ എഴുത്തുകുത്തുകളും നമ്മൾ പരിശോധിച്ച് നോക്കുക. ഗുരു എഴുതിയിരിക്കുന്നത് നാരായണ സ്വാമി എന്നോ, ശ്രീനാരായണ ഗുരുസ്വാമി എന്നോ, ഗുരുസ്വാമി എന്നോ ഒന്നുമല്ല. നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. ഗുരു എഴുതി ഒപ്പിട്ടതെല്ലാം, എഴുതിയിരിക്കുന്നതെല്ലാം മലയാളത്തിലാണ്. ശരിക്കും എങ്ങനെ? നാരായണ ഗുരു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഗുരുവിനെ അറിയാം താൻ ഗുരുവാകാൻ അങ്ങനെ നമ്മൾ പറയാറില്ലേ? ഗുരുവാകാൻ ജനിച്ച ഒരു ജന്മം എന്ന് നമ്മൾ പറയാറില്ലേ? അതുപോലെ ഗുരുവാകാനായിട്ട് ജനിച്ച ഒരു ജന്മമാണ് യഥാർത്ഥത്തിൽ സാക്ഷാൽ ശ്രീനാരായണ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതിനെ ആ ഒരു കൈവച്ച ഏത് മേഖലയാണെങ്കിലും, ഒരു കൈവച്ച ഒരു മേഖലയും പൊന്നാകാതെ പോയിട്ടില്ല. അത്തര മാറ്റോട് കൂടി നിൽക്കുകയാണ്. നമ്മളൊക്കെ ഇന്നിവിടെ ഇരുന്ന് പറയണമെന്നുണ്ടെങ്കിൽ, അല്ലെ, ഇങ്ങനെ ഇരുന്ന് ശരിക്കും ഗുരുവിനെ കുറിച്ചാണെങ്കിൽ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ആര്? സാക്ഷാൽ, അല്ലെ? ആ ഗുരുവിന്റെ വഴിയിലൂടെയാണ് ആശാൻ പറഞ്ഞതുപോലെ നേരാം വഴികാട്ടി, നേരിൻ വഴികാട്ടി. അങ്ങനെ അധ്യാപകരെന്ന് പറയുന്നത് വഴികാട്ടികളാകണം. ഇതാണ് ഗുരു ആദ്യമായിട്ട് പറയുന്നത്. അപ്പൊ ഗുരു എന്ന് പറയുന്നത് ശരിക്കും തന്റെ ആശ്രമം എന്ന് പറയുന്ന കവിതയില് ഗുരുവിനെ കുറിച്ചുള്ള സങ്കല്പം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ അവിടെ ആശ്രമമായതുകൊണ്ട് ഗുരു അവിടെ പറയുന്നു, ശരിക്കും ഗുരുവാകുന്ന ആളെന്ന് പറയുന്നത് ശരിക്കും ഒരു മുനിയാകണം, കാരുണ്യമുള്ള ആളായിരിക്കണം, എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആളായിരിക്കണം, സ്നേഹസ്വരൂപനായിരിക്കണം, സമദൃഷ്ടിയുള്ള ആളായിരിക്കണം, സമഭാവന ഉള്ള ആളായിരിക്കണം, ഔദാര്യമുള്ള ആളായിരിക്കണം. വലിപ്പ ചെറുപ്പ ഭേദം ഒരിക്കലും നോക്കാൻ പാടില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒരേപോലെ ഇരുന്നു കൊണ്ട് വിദ്യ പകർന്നു കൊടുക്കുവാൻ പറ്റുന്ന ആളായിരിക്കണം യഥാർത്ഥത്തിൽ ഉള്ള ഗുരു എന്ന് പറയുന്നത്. അപ്പൊ ആരായിരിക്കണം യഥാർത്ഥത്തിലുള്ള ഗുരു എന്ന് പറയുന്നത്? ശരിക്കും തന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആളുകൾക്ക്, ശിഷ്യന്മാർക്ക്, ശിഷ്യന്മാരെങ്ങനെ ആകണം എന്നതാണ് അടുത്ത ചോദ്യം, അല്ലെ?
അപ്പൊ ഗുരു ഇങ്ങനെയാകണം. ഗുരു എന്ന് പറയുന്നത് ശരിക്കും സത്യം, ദയ, ധർമ്മം, നീതി, സമഭാവന, സ്നേഹം, കാരുണ്യം മുതലായ സദ്ഗുണങ്ങളുടെ എല്ലാം ഇരിപ്പിടമായിരിക്കണം. ഒരു നേതൃപാടവമുള്ള ആളായിരിക്കണം. ക്ലാസ് നയിക്കാൻ പറ്റുന്ന ആളായിരിക്കണം. ഇരുന്ന് പറഞ്ഞാൽ ആളുകൾ കേൾക്കാൻ ഇരിക്കണം. അങ്ങനെയുള്ള ആളായിരിക്കണം യഥാർത്ഥത്തിലുള്ള ഗുരു എന്ന് പറയുന്നത്. ഇനി ആരാകണം ശിഷ്യൻ? ശിഷ്യൻ സ്വമനസാലെ എത്തിയ ആളായിരിക്കണം. സ്വമനസാലെ പഠിക്കാനായി വന്ന ആളായിരിക്കണം. മനസ്സുകൊണ്ട് എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആളായിരിക്കണം. അങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ വിദ്യ അഭ്യസിക്കേണ്ടത്. അപ്പൊ ശരിക്കും നമ്മുടെ കുമാരൻ ഹസൻ പറയുന്നത് പോലെ അന്യത്വ ഗുണം ചെയ്വതിനായുസ്സും ധന്യത്വമടങ്ങാത്മതപസ്സും ബലി ചെയ്തു സന്യാസികളിൽ ഇങ്ങനെ ഇല്ലില്ലമിയെന്നോ വന്യാശ്രമമേലുന്നവരും ശ്രീ ഗുരുമൂർത്തേ. ഇതുപോലെ ഒരു ഗുരുവിനെ നമുക്ക് എവിടെ ലഭിക്കും? തന്നെ പോലെയുള്ള ആൾക്കാരായിരിക്കണം ബാക്കി ഗുരുക്കന്മാരും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് ഗുരു എന്ന് പറയുമ്പോൾ സാധാരണ ഇപ്പൊ ഞാനൊരു അധ്യാപികയാണ്. ഗുരു എന്ന് പറയുന്ന ശ്രേഷ്ഠമായ പദവിയുടെ ഒരു 100 കോടിയുടെ ഇപ്പുറത്ത് പോലെ നിൽക്കാനുള്ള യോഗ്യത എനിക്ക്. എന്താ കാര്യം? ഭൗതികമായ കാര്യങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും ഇന്ന് നമ്മൾ പകർന്നു കൊടുക്കുന്നത്. യഥാർത്ഥത്തിലുള്ള പഠനം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഗുരു തന്നെ പറയുന്നു, അറിവായ അറിവൊക്കെ അറിയുന്ന അറിവിനെ ആദ്യം അറിയണം. അതുകൊണ്ട് നമ്മൾ ആദ്യം ശീലിക്കേണ്ടത് ആത്മവിദ്യയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ദൈവം എന്ന് പറയുന്ന ആ ചൈതന്യം ഉണ്ടല്ലോ, അത് ബ്രഹ്മമാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ചെറിയ പതിപ്പാണ് സകലമാന ജീവികളുടെയും, മനുഷ്യരുടെ എന്നല്ല, മൃഗങ്ങളുടെ എന്നല്ല, പക്ഷികളുടെ എന്നല്ല, അണുക്കളുടെയും കൃമി കീടങ്ങൾ ഉൾപ്പെടെയുള്ള ഏത് ജീവിയുടെയും അന്തരാത്മാവില് കുടികൊള്ളുന്നത്. ആ ബ്രഹ്മമാണ് അവിടെ വിളങ്ങുന്നത്. അതിനെയാണ് നമ്മൾ വിളക്കി എടുക്കേണ്ടത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ അറിയുന്നത് ഇതാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. ഗുരു പറയുന്നു, ഈ ബേസ് ഇല്ലാതെ പഠിച്ചാൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നിരർത്ഥകമായി പോകും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്ന് ആലോചിച്ചെന്നോ, എന്റെ സഹോദരങ്ങളെ, നിങ്ങളിൽ പലരും അധ്യാപകരാണ്, ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെല്ലാം കുഞ്ഞുങ്ങളുണ്ട്. വിദ്യാഭ്യാസ തലത്തിൽ എത്രയോ മുന്നേ നിൽക്കുന്ന ആൾക്കാര് നമ്മുടെ വീടുകളിലുണ്ട്, യുവതലമുറയിലുണ്ട്. എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസപരമായിട്ട് അങ്ങേ അറ്റത്തെ തലങ്ങളിൽ എത്തുകയും അവർക്ക് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ അവർ പരാജയപ്പെട്ടു പോകുകയും ചെയ്യുന്നത് എന്ന് ചോദിച്ചാല് അതിനുത്തരം എന്ന് പറയുന്നത് ഗുരുദേവൻ പറഞ്ഞു തരും. എന്താണ്? ആദ്യം ശീലിക്കേണ്ടത് ബ്രഹ്മവിദ്യയാണ്. ബ്രഹ്മവിദ്യയാണ് ആദ്യം ശീലിക്കേണ്ടത്. എല്ലാ ജീവിയിലും ഉള്ളത് ഞാൻ തന്നെയാണ് എന്നറിയണം. അപ്പോൾ ആരെയും ആക്രമിക്കാനായിട്ട് നമ്മൾ പോവുകയില്ല. എല്ലാവരും ഒന്ന് തന്നെയാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാകും. എല്ലാ ജീവികളും ഒന്നാണ്. മനുഷ്യനും മൃഗവും പക്ഷിയും അണുവും കീടവും അട്ടയും പഴുതാരയും എല്ലാം ഒന്ന് തന്നെയാണ്. ആരും ഈ ബോധം നമുക്കുണ്ടാകും. ആത്മവിദ്യയിൽ അടുത്തതായിട്ട് നമ്മള് ശരിക്കും നമ്മുടെ ആത്മാവിനെ, നമ്മുടെ മനസ്സിനെ ഒരു എന്താണ് ഭൗതികമായിട്ട് ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ, അതിനെ അടക്കാൻ നമ്മൾ ശീലിക്കണം. ഇന്നത്തെ ഞാനിപ്പോ വാർത്ത കണ്ടുകൊണ്ടിരുന്നപ്പോ ഇന്നും ഒരു BLO ആത്മഹത്യ ചെയ്തു പയ്യന്നൂരില്. എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ നോക്കുക അതിന്റെ വക്കിലൂടെയെങ്കിലും കടന്നുപോയ ആൾക്കാരാണ്. ഞാനതൊന്നും തള്ളിക്കളയുന്നില്ല. ഇതെല്ലാം പഠിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ അല്ല, നമുക്കും ഇതൊക്കെ കൈമോശം വരുന്നു. എന്താ കാര്യം? ശരിക്കും ബേസിക് ആയിട്ട് ആത്മവിദ്യ നമ്മൾ പഠിച്ചിട്ടില്ല. ഒരു അടിത്തറ നമുക്ക് ആവശ്യമാണ്. അതിൽ നിന്ന് വേണം കെട്ടിപ്പൊക്കി ഏതറിവ് വേണമെങ്കിലും നമുക്ക് ശീലിക്കാം. പക്ഷെ ആത്മവിദ്യ വേണം. ആത്മാവിനെ അടക്കാൻ സാധിക്കണം. അതിരുകടന്ന സന്തോഷമായാലും ഭയങ്കരമായ ദുഃഖമായാലും ഏതാണ്ട് ഒരേപോലെ അടക്കാനുള്ള കഴിവ് നമ്മൾ അറിഞ്ഞിരിക്കണം.
അങ്ങനെ സമർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവും സാധാരണീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ജീവിതം പോലും എല്ലാവരുടെയും ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാവർക്കും ഉള്ളതാണ് ഈ ദുഃഖമെന്നും ഈ സങ്കടമെന്നും ഈ ആധിയെന്നും ഈ വ്യാധിയെന്നും ഒക്കെ നമുക്ക് മനസ്സിലാകും. അങ്ങനെ മനസ്സിലാകുമ്പോൾ കുറെയൊക്കെ നമുക്ക് ആശ്വാസം കിട്ടും. ദുഃഖിതർക്ക് പലപ്പോഴും ആശ്വാസം ദുഃഖിതർ തന്നെയാണ്, അല്ലെ? ശരിക്കും ദീനം പിടിച്ചിരിക്കുന്ന ഒരാളിന് യഥാർത്ഥത്തിൽ നല്ല ഊർജ്ജസ്വലനായിട്ട് ഒരാള് നമ്മളുടെ അടുത്ത് വന്നെന്ന് സംസാരിക്കുന്നതിനേക്കാൾ പലപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്നത് ദീനം പിടിച്ച ഒരാൾ തന്നെ തന്റെ വ്യത പറയുമ്പോൾ ഇങ്ങനെ അവർക്കുണ്ടായല്ലോ ഒരു സാധാരണീകരണം, ഒരു തന്മയീഭാവം അവിടെ നടക്കും, അല്ലെ? അപ്പൊ ഇത് ഈ ഒരു ആത്മവിദ്യ എന്ന് പറയുന്നത് ബേസായിട്ട് നമ്മൾ പഠിച്ചിരിക്കും. എന്നിട്ട് വേണം നമ്മൾ കെട്ടിപ്പൊക്കി ഏതറിവും നമുക്ക് പഠിക്കാം. കെട്ടിപ്പൊക്കി 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 നമ്മൾ പോകണം. ഏത് തലം വരെയും പോകാം. സ്കൈ ഈസ് ദ ലിമിറ്റ്. ഇതാണ് പറയുന്നത്. ആകാശമാണ് അതിര്. ഇതാണ് പറയുന്നത്. അങ്ങനെ പഠിച്ച് പഠിച്ച് നമുക്ക് പോകാം. പക്ഷെ അടിസ്ഥാനം ഉണ്ടായിരിക്കും. ഒരു വീട് കെട്ടുന്നത് പോലെ തന്നെ അടിസ്ഥാനം ഉണ്ടായിരിക്കണം. എത്ര മനോഹരമായ മാളികയാകട്ടെ, അത് കെട്ടിപ്പൊക്കി കെട്ടിപ്പൊക്കി പോകണം എന്നുണ്ടെങ്കിൽ അതിമനോഹരമായ ദൃഢമായ കരുത്തുറ്റ ഒരു അടിസ്ഥാനം നമുക്കുണ്ടായിരിക്കണം. ആത്മവിദ്യ ശീലിച്ചിരിക്കണം. അപ്പൊ ആരാണ് ഗുരുവെന്ന് ഗുരു പറയുന്നു? ആരായിരിക്കണം ശിഷ്യൻ എന്ന് പറയുന്നു? ശിഷ്യൻ അടിസ്ഥാനപരമായിട്ട് പഠിക്കേണ്ടത് എന്താണെന്ന് പറയുന്നു? അത് ആത്മവിദ്യയാണ്. ഇനി ഗുരുവിന്റെ പ്രവർത്തന പരിപാടികളിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം. ശരിക്കും ഗുരു ആദ്യകാലത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ശരിക്കും മരുത്വമലയിൽ നിന്നിറങ്ങി അവധൂതനായിട്ട് കുറെ നാള് നടന്നു. അരുവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞിട്ടും ഗുരു ഇങ്ങനെ നടക്കുന്ന സമയത്തൊക്കെ ശരിക്കും സംസ്കൃത വിദ്യാലയങ്ങൾ എല്ലായിടത്തും ഗുരു തുറക്കുകയാണ്. സംസ്കൃതം പഠിപ്പിക്കാനായിട്ട് പോകുന്നു. അപ്പൊ അത് വരേണ്യരുടെ ഭാഷയല്ല. എന്തിനാ ഗുരു അത് പഠിപ്പിക്കാൻ പോയതെന്ന് ചോദിച്ചാൽ അതൊരു വെല്ലുവിളിയാണ്. ശരിക്കും ഗുരു പറയുന്നത് അത് വെല്ലുവിളിയായിട്ടോ ഗുരുവിനെ അങ്ങനെ വെല്ലുവിളിക്കുന്ന സ്വഭാവമൊന്നുമില്ല. പക്ഷെ തിരിഞ്ഞ് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ വരേണ്യർക്ക് പഠിക്കാമെങ്കിൽ, സവർണർക്ക് പഠിക്കാമെങ്കിൽ, ഉന്നത കുലജാതർക്ക് പഠിക്കാമെങ്കിൽ ആ വിദ്യ, ആ ഭാഷ നമ്മുടെ ഇവിടെയുള്ള സാധാരണക്കാരനും വഴങ്ങും, അല്ലെ? അപ്പൊ നമ്മളെന്ന് പറയുന്നത് ആശാൻ ചോദിച്ചതുപോലെ എന്തൊരു വൈകൃതം ബ്രഹ്മവിദ്യ, അല്ലെ? എന്തൊരു വൈകൃതം ബ്രഹ്മവിദ്യ, നിന്നിൽ എന്താണ് ഈ കാണുന്ന വൈപരീത്യം? നിർണയം നിന്നെപ്പോൾ പാലിൽ അധോഗതി, നിർണയം ഗംഗയ്ക്കുമുണ്ടായില്ല, അല്ലെ? അപ്പൊ ശരിക്കും ഗംഗ താഴെ വന്നു എന്നാണ് പറയുന്നത്. ഇത്രയും വലിയ അധോഗതി ഉണ്ടായിട്ടില്ല. വലിയ ആളുകൾക്ക് വിദ്യയൊക്കെ പഠിക്കാം, അല്ലെങ്കിൽ സംസ്കൃതം പഠിക്കാം, അക്ഷരം പഠിക്കാം. താഴ്ന്നവർക്ക് പറ്റില്ല. ഇത് ഒന്ന് സ്ഥാപിച്ചെടുക്കണമായിരുന്നു ഗുരുവിന്. അതുകൊണ്ട് ആദ്യം ഗുരു തുടങ്ങിയത് സംസ്കൃത വിദ്യാലയങ്ങളാണ്. ശരിക്കും പല സ്ഥലങ്ങളിൽ, ഇപ്പൊ അഞ്ചുതെങ്ങില് നമ്മുടെ, ഞാനിപ്പോ വക്കത്തുകാരിയാണ് ബേസിക് ആയിട്ട്. വക്കത്ത് ഞാൻ പഠിച്ച സ്കൂളിന്റെ കാര്യം പറഞ്ഞില്ലേ, ഗുരു സ്ഥാപിച്ച സ്കൂളാണ്. അത് എന്റെ 2ാം ഘട്ടമാണ്. ഗുരു ശരിക്കും അഞ്ചുതെങ്ങില് പിന്നെ സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചിരുന്നു. അവിടെ സംസ്കൃതം പഠിപ്പിക്കാൻ പോകുമായിരുന്നു. ചെമ്പഴന്തിയിലുണ്ടായിരുന്നു. ഇങ്ങനെ പലയിടത്തും ഗുരു സംസ്കൃതം പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ തലം എന്ന് പറയുന്നത് ശരിക്കും ഗുരുവിന്റെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഘട്ടമായിട്ടാണ്. അപ്പൊ ആദ്യമായിട്ട് മുകളിലുള്ളവർക്ക് വഴങ്ങുന്ന നമുക്കും പറ്റുമെന്ന് സാധാരണക്കാരന് സാധിച്ചു കൊടുത്തു. 2ാമത് അവിടെ മലയാളവും പഠിക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ മാതൃഭാഷയാണ്, നമ്മളത് മലയാളവും പഠിക്കണം എന്ന് പറഞ്ഞു. 3ാമത് പറയുന്നു ശരിക്കും മാതൃഭാഷയാണ്. മാതൃഭാഷ പഠിച്ചില്ലെങ്കിൽ, മാതൃഭാഷ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ മാതാവിനെ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ പിതാവിനെ പോലും അറിയുന്നില്ല, അല്ലെ? യഥാർത്ഥത്തിൽ അമ്മ പറയുന്നതല്ലേ അച്ഛൻ ഇന്ന ആരാണ് എന്ന്. അമ്മയാണല്ലോ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത്. അപ്പൊ മാതൃഭാഷ പഠിക്കണം. തീർച്ചയായിട്ടും മാതൃഭാഷ പഠിച്ചിരിക്കണം ഗുരു പറഞ്ഞു. 3ാമത് എത്ര ശാസ്ത്രീയമായ ഒരു വീക്ഷണമാണ് ഗുരുവിനുണ്ടായിരുന്നതെന്ന് കൂടി നമ്മൾ നോക്കണം. ശരിക്കും യൂറോപ്യന്മാരുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഭാഷയായ ഇംഗ്ലീഷ് പഠിക്കണം. ഇംഗ്ലീഷിനാണ് ഇനിയുള്ള കാലത്ത് പ്രസക്തി ഉണ്ടാകുന്നത്, അതിനാണ് പ്രാധാന്യം ഉണ്ടാകുന്നത്. കുട്ടികൾക്ക് മറ്റുള്ളവർക്കൊപ്പം, വിദേശീയർക്കൊപ്പം പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷും പഠിക്കണം. ഇപ്പൊ ത്രിഭാഷ പദ്ധതി
ശരിക്കും ഗുരു എത്ര ആദ്യം സംസ്കൃതം, പിന്നെ മലയാളം, പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പഠിക്കണം എന്ന് അടിസ്ഥാനപരമായിട്ട് ഗുരു പറഞ്ഞു വെച്ചു. അപ്പൊ വിദ്യ പകരുന്നത് ശരിക്കും ഇതിലൂടെയൊക്കെ ആകണം. ഒന്ന് സംസ്കൃതത്തില്, രണ്ട് മാതൃഭാഷയില്, മൂന്നാമത്തത് ശരിക്കും കാലാനുസാരിയായ ഭാഷയായ പിന്നെ ഇംഗ്ലീഷില്. ഇനി അടുത്ത ഗുരുവിന്റെ ഒരു കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഈ വിദ്യ എന്ന് പറയുന്ന വിദ്യാലയം സ്ഥാപിക്കുന്നതിന് തൊട്ട് മുമ്പ്, വിദ്യ പകരുന്നത് ശരിക്കും അദ്ദേഹം ഇങ്ങനെ നടന്ന സമയത്ത് സ്കൂൾ സ്ഥാപിച്ചു, ശരിയാണ്. പക്ഷേ ഔദ്യോഗികമായ വിദ്യാലയങ്ങളൊന്നും അന്ന് സ്ഥാപിച്ചിട്ടില്ല. അതിന് തൊട്ട് മുമ്പായിട്ട് ആശാന്റെ ആശാൻ ഗുരു അല്ലെ, ഗുരു സ്ഥാപിച്ച ശ്രീനാരായണ ഗുരുദേവൻ ആദ്യമായിട്ട് 1888 ശരിക്കും അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുകയാണ്. ഒരു സത്യം പറഞ്ഞാൽ അതെന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ വിപ്ലവമാണ്. നമ്മൾ പലപ്പോഴും അത് അറിയാതെ പോകുന്നു. അതിലൂടെയാണ് സാധാരണക്കാരനും ഇതൊക്കെ ആകാം എന്ന് ഗുരു സ്ഥാപിക്കുന്നത്, സാധാരണക്കാരനും പ്രതിഷ്ഠ ചെയ്യാം എന്ന് സാധിക്കുന്നത്, പിന്നാക്കക്കാരനും ആരാധന നടത്താനുള്ള അവകാശമുണ്ട് എന്ന് ഗുരു തിരിച്ചറിയുകയാണ്. ഗുരു പഠിപ്പിക്കുകയാണ്, സാധാരണക്കാരൻ തിരിച്ചറിയുകയാണ്. അപ്പൊ ചവിട്ടി നിൽക്കാനായിട്ട് ഒരു മണ്ണ് ആദ്യം ഉണ്ടാക്കി കൊടുത്തു. എവിടെയും ചെന്ന് ഉയർന്നു നിൽക്കാനായിട്ട് ഒരുപാട് ക്ഷേത്രങ്ങള്, അവിടെ പോയാൽ നിങ്ങളെ തഴയുമോ, അവിടെ ചെന്നാൽ നിങ്ങളെ പുറന്തള്ളുമോ, ചവിട്ടി തേച്ച് കളയുമോ, വേണ്ട, നിങ്ങൾ ആ അമ്പലങ്ങളിൽ പോകണ്ട, നിങ്ങൾക്കായിട്ട് ഞാൻ പണിത് തരാം എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയൊക്കെ ആളുകൾ ആവശ്യപ്പെട്ടു അവിടെയൊക്കെ ക്ഷേത്രങ്ങള് അദ്ദേഹം പണിത് കൊടുക്കുകയാണ്. ക്ഷേത്രം എന്ന് പറയുന്നത് ശരിക്കും ശരീരമാണ്. കണ്ടോ, ആദ്യം ശരീരം പണിതെടുക്കുകയാണ്. നമ്മൾ ഇത് സ്റ്റെപ്പായിട്ട് ആലോചിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു മാഹാത്മ്യം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ക്ഷേത്രം അടിസ്ഥാനപരമായിട്ട് നമുക്കൊരു ശരീരം നിവർന്നു നിൽക്കാനുള്ള, നട്ടനോടുകൂടി നിവർന്നു നിൽക്കാനുള്ള ഒരു ശരീരമാണ് പിന്നാക്കക്കാരന് ആദ്യം ഉണ്ടാകേണ്ടത്. അതിനായിട്ട് ഗുരു ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. ആ ക്ഷേത്രങ്ങൾ എങ്ങനെയായിരിക്കണം? മാതൃകാപരമായിരിക്കണം. എങ്ങനെ? അവിടെ ശരിക്കും ആ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാലയങ്ങൾ ഉണ്ടാകണം, അല്ലെ? ശരിക്കും പിന്നെ വിദ്യാലയങ്ങൾ ഉണ്ടാകണം, പിന്നെ വായനശാലകൾ ഉണ്ടാകണം, പൂന്തോട്ടം ഉണ്ടാകണം. എത്ര വിശാലമായ എത്ര സുഗന്ധപൂരിതമായ ഒരു സങ്കല്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്ര വിശാലമായ ഒരു സങ്കല്പം. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും നമുക്ക് ഇതൊക്കെ സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? 1.5 നൂറ്റാണ്ട് മുമ്പാണ് ഈ സങ്കല്പമൊന്നും കൂടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. 150 കൊല്ലത്തിന് മുമ്പ്, എത്ര കാലത്തിന് മുമ്പ്, എത്ര തലമുറയ്ക്ക് മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ നടന്നു നീങ്ങിയത് പ്രിയപ്പെട്ടവരെ. നമ്മളിതൊക്കെ ആലോചിക്കണം. നമ്മൾ ഇന്ന് ചവിട്ടി നിന്നുകൊണ്ട് പലതും നോക്കി നമ്മൾ അഹങ്കരിക്കുമ്പോൾ നമുക്ക് വഴി വെട്ടിത്തെളിച്ച് ഉണ്ടാക്കി തരുന്ന ഈ പരമഹംസരെ നമ്മൾ ആരാധിക്കണം. നമ്മൾ 2 കൈയും കൂപ്പിത്തോടണം. നമ്മുടെ ഹൃദയത്തിൽ അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കണം. വേറെ പ്രതിഷ്ഠ ഒന്നുമില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഈ ഗുരുവിനെയാണ് നമ്മൾ പ്രതിഷ്ഠിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഉണ്ടാകണമെന്ന് പറഞ്ഞു. അങ്ങനെ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു, ഒരുപാട് ക്ഷേത്രങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം പറയുന്നു. അപ്പം ഇതിന്റെ ഇടയില് അയ്യങ്കാളി മുട്ടത്തറ വെച്ച് ഒരു പുലയർ മഹാജന സമ്മേളനം നടത്തുന്നു. അപ്പം ഗുരുവിനോട് പറയുന്നു, ഇങ്ങനെയൊക്കെ അങ്ങ് പ്രവർത്തിക്കുന്നുണ്ട്, ഇതെങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഇന്നും മാറ്റി നിർത്തപ്പെടുന്നവർ തന്നെയാണ് എന്ന് പറയുമ്പോഴും മഹാത്മാ അയ്യങ്കാളിയോട് ഗുരു ചോദിക്കുന്നുണ്ട്, വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ എത്ര താല്പര്യമെടുക്കുന്നു? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിദ്യ അഭ്യസിപ്പിച്ചേ തീരൂ. വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് വരാതെ ഒരു കാരണവശാലും ഇത് മാറാൻ പോകുന്നില്ല. ശരിക്കും പറഞ്ഞു ഗുരുദേവൻ പറയുകയാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം പറയുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിന്നെ വിദ്യാവർദ്ധിനി സഭക്കാര് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തെ ആദരിക്കാനായിട്ട് അവിടെ ഒന്ന് വിളിക്കുകയാണ്, ചെറായിൽ വിളിക്കുകയാണ്. അപ്പൊ ഗുരു പറഞ്ഞു, ഇനി നമ്മൾ എത്രയോ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു, ഇനി നമുക്ക് വേണ്ടത് വിദ്യാലയങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പൊ പലപ്പോഴും ഇനി നമുക്ക് ക്ഷേത്രങ്ങളെ ആവശ്യമില്ല എന്ന് ഗുരു പറഞ്ഞതായിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ.
ഞാൻ വായിച്ച എന്റെ പരിമിതമായ അറിവാണ് കേട്ടോ. അതിൽ നിന്നുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഗുരു പറയുന്നത് ഇനി നമുക്ക് വേണ്ടത് വിദ്യാലയങ്ങളാണ്. ആ വിദ്യാലയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പിന്നാക്കക്കാർക്ക് ഇത് പറയുക മാത്രമല്ല, നമ്മൾ എല്ലാവരും വിദ്യാസമ്പന്നരാകണം എന്ന് പറയുമ്പോൾ അങ്ങനെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് വിദ്യാലയങ്ങൾ ഉണ്ടാകും. അതിനുവേണ്ടി ഒരു മാതൃകാ വിദ്യാലയം അരുവിപ്പുറത്ത് നിന്ന് ശിവഗിരിയിലേക്ക് പോയതിനു ശേഷം ഒരു മാതൃകാ വിദ്യാലയം ഗുരു അവിടെ സ്ഥാപിക്കുകയാണ്. ശിവഗിരി സ്കൂളിൽ സ്ഥാപിക്കുകയാണ്. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ സംസ്കൃതം, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. സംസ്കൃതം പഠിപ്പിക്കാനായിട്ട് ശരിക്കും ഗോവിന്ദൻ ആശാനും ഗോവിന്ദൻ വൈദ്യരെയും പോലെയുള്ള സംസ്കൃത വിചക്ഷണന്മാരായ ആൾക്കാരെ വിളിച്ചു വരുത്തി ആണ് ഗുരു ക്ലാസ് കൈകാര്യം ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. ഗുരുവിന് പല കാര്യങ്ങളിൽ പോകണമല്ലോ. അപ്പൊ ഗുരു അവിടെ ഉണ്ട്. താൻ എങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാല് ഇതിന്റെ മേൽനോട്ടം വഹിക്കാനായിട്ട് ഓരോ വിഭാഗത്തിനും ഓരോ തലവന്മാര്, ഗുരു നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വിഭാഗത്തിനും ഓരോ തലവന്മാരുണ്ടായിരിക്കണം. പറയുക മാത്രമല്ല, ഗുരു പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ സംസ്കൃതം പഠിപ്പിക്കാനായിട്ട് ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുവന്നു. ശരിക്കും മലയാളം ഇംഗ്ലീഷ് പഠനം, വെളിയിൽ പോയി ഇംഗ്ലീഷ് പഠിച്ച ആ ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ ചേരുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, വിദ്യ പകർന്നു കൊടുക്കുന്നു. ഇത് കൂടാതെ ശരിക്കും അതാണ് നമ്മൾ അടിവരയിട്ട് പറയേണ്ടത്. അപ്പൊ ശരിക്കും 3 ഭാഷകളോടെ പഠിപ്പിക്കാനുള്ള ഏർപ്പാടുണ്ടായി. അതുപോലെ ശരിക്കും ആത്മവിദ്യ പഠിച്ചിട്ട് ബ്രഹ്മവിദ്യ പഠിക്കണമെന്ന് താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബ്രഹ്മവിദ്യാലയം തുറക്കുന്നു. ആ ബ്രഹ്മവിദ്യ ആധ്യാത്മികമായ ഉന്നമനം, മനുഷ്യൻ ഭൗതികമായ ഉന്നമനം മാത്രമല്ല, വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം തന്നെ അതല്ലേ. ആ ഭൗതികവും മാനസികവും ആധ്യാത്മികവുമായ കഴിവുകളുടെ വികസനമാണ് വിദ്യാഭ്യാസം. ഇതാണ് നമ്മൾ വിദ്യാഭ്യാസത്തിന് പറയുന്ന നിർവചനമൊക്കെ ഈ അടുത്ത കാലത്ത് വന്നതാണ്. ഒരു എത്ര മുമ്പാണ് ഇത് കണ്ടിരുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കണം. അപ്പൊ ശരിക്കും ആത്മവിദ്യ സ്വായത്തമാക്കിയ ആൾക്കാർക്ക് ബ്രഹ്മവിദ്യ വേണമെങ്കിൽ ശീലിക്കാമെന്നും അതിന് ബ്രഹ്മവിദ്യാലയത്തിൽ ചേർന്ന് പഠിക്കാമെന്നും അതിൽ പഠിച്ചു വരുന്ന ആൾക്കാര് ലോകക്ഷേമ തൽപരരായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന സന്യാസിമാരുണ്ട് എങ്കിൽ അവർക്ക് വേണമെങ്കിൽ സന്യാസം സ്വീകരിക്കാമെന്ന് അവിടെ അടിവരയിട്ട് പറയുന്നത് നോക്കണം. വേണമെങ്കിൽ. ഗുരു തന്റെ നിഷ്കർഷം അങ്ങോട്ട് വെക്കുകയല്ല. ഗുരു സന്യാസിയല്ലേ, ഗുരു അല്ലേ കുമാരനാശാനെ പഠിപ്പിച്ചത്. ഒന്ന് നോക്കിക്കേ, കുമാരനാശാനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ട് ആ കുഞ്ഞിന്റെ ഉള്ളില് ഉറങ്ങിക്കിടക്കുന്ന കവിതാവാസനയെ കണ്ടെത്തിയിട്ട്, ഒരു കവിയാണ്, ആ കവിയായ തനിക്ക് പോലും ഈ കുമാരനാശാനെ നയിക്കാൻ പറ്റുകയില്ല, അതിന് വേണ്ടത്ര സമയം കൊടുക്കാൻ പറ്റുകയില്ല. എന്റെ വിദ്യാഭ്യാസം സംസ്കൃതമോ മലയാളമോ കൂടാതെ ശരിക്കും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൂടി ഈ കുട്ടിക്ക് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ശരിക്കും ബാംഗ്ലൂരിലേക്കും കൽക്കട്ടയിലേക്കും മദ്രാസിലേക്കും ഒക്കെ അയക്കുകയും ഡോക്ടർ പൽപുവിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തത്. അതേപോലെ എടുത്തു വളർത്തിയ ഒരാളാണ് ശരിക്കും നമ്മുടെ വർക്കല അടുത്തുള്ള ഒരാളാണ്, വെട്ടൂരുള്ള ആള് കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. തിരുവനന്തപുരം മേയറായ ആളാണ്, വെട്ടൂരുള്ള ആളാണ്, പിന്നാക്ക വിഭാഗത്തിന്റെ ഒരു സന്തതിയാണ്. അങ്ങനെ പിന്നാക്കക്കാരനായ കുഞ്ഞിരാമൻ അവിടെ ശരിക്കും ഗുരുവിന്റെ മാനസപുത്രനായിട്ട് അവിടെ പഠിച്ച ആളാണ്. അന്ന് അവിടെ നിശാപാഠശാല ഉൾപ്പെടെ ഉണ്ട്. ഈ കുഞ്ഞിരാമന്റെ ആൾക്കാര് ശരിക്കും അതിനു മുമ്പിലുള്ള തലമുറയിലുള്ള ആൾക്കാര് ഗുരു സ്ഥാപിച്ച നിശാപാഠശാലയിൽ വന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. എത്ര ഉദാരമായ വീക്ഷണമെന്ന് നോക്കിക്കേ. സ്കൂളിൽ ചേർന്ന് പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങളെ യഥാർത്ഥത്തില് നിശാപാഠശാലയിൽ അവര് യുവാക്കളാകാം, വൃദ്ധരാകാം, വിദ്യാഭ്യാസം വഴിമുട്ടി നിന്നവരാകാം, ആദ്യമായിട്ട് സ്കൂളിലേക്ക് വന്നവരാകാം, അവർക്കൊക്കെ നിശാപാഠശാലയിൽ ചേർന്ന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ തന്റെ മുമ്പിൽ എത്തിയവർക്കല്ല, ആരൊക്കെയാണോ എത്തപ്പെട്ടത്, നടരാജഗുരു ശരിക്കും കുമാരനാശാനെ ഗുരു ഏൽപ്പിച്ചത് ഡോക്ടർ പൽപുവിനെ, ഡോക്ടർ പൽപു തന്റെ മകനെ ഏൽപ്പിച്ചത് സ്വാമിക്കാണ്, അല്ലെ?
അങ്ങനെ ആ കുട്ടിയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു എന്താണ് വൈദേശികമായ ഭാഷയോടുള്ള താല്പര്യം മനസ്സിലാക്കിയിട്ട് ഫ്രഞ്ച് പഠിപ്പിക്കാനായിട്ട് വിദേശത്തേക്ക് അയക്കുകയും അല്ലെ ആ വിദേശ പഠനം നടത്തി ഗുരുവിന്റെ ദർശനമാലയ്ക്ക് വളരെ സുദീർഘമായ ഒരു പിന്നെ പഠനം ഉണ്ടാക്കി അത് മനോഹരമായ ഗഹനമായ ഒരു ബുക്കാക്കി പബ്ലിഷ് ചെയ്യുകയും ലോകം മൊത്തം ഗുരുമഹിമ എന്താണ് പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരാളാണ് നടരാജ ഗുരു എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും ഗുരുവിന്റെ ആ ദീർഘവീക്ഷണത്തിൽ നിന്നല്ലേ, വിദ്യാഭ്യാസപരമായ ദീർഘവീക്ഷണത്തിൽ നിന്നല്ല ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അപ്പൊ അങ്ങനെ ശരിക്കും ഇനി സ്ത്രീകൾക്കോ, സ്ത്രീ വിദ്യാഭ്യാസത്തിനോ, അവിടെ ആ സ്ത്രീകൾ എന്ന് പറയുന്നത് ശരിക്കും ഗൃഹത്തിന്റെ വിളക്കാണ് എന്നാണ് പറയുന്നത്. ഗുരു തന്നെ പറഞ്ഞതാണ്, സമൂഹത്തിലെ സുപ്രധാനമായ കണ്ണിയാണ് സ്ത്രീ എന്ന് പറയുന്നത്. ഒരു പുരുഷൻ രക്ഷപ്പെടുമ്പോൾ ഒരു വ്യക്തിയാണ് നന്നാകുന്നത്, രക്ഷപ്പെടുന്നത്. ഒരു സ്ത്രീയാണ് രക്ഷപ്പെടുന്നതെങ്കിൽ ഒരു കുടുംബം നന്നായി എന്നാണ് ഗുരു പറഞ്ഞു. അപ്പൊ ഒരു കുഞ്ഞ് ശരിക്കും ഒരു സ്ത്രീ നന്നാകുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്താണ് എന്ന് ചോദിക്കുമ്പോ ഗുരു ഭാര്യാധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്നു, സാരനാം പുത്രനതിന് നേരായ ഒരു വിഭൂഷണം. സാരനായ പുത്രനാണ് അതിന് നേരായ വിഭൂഷണം. അപ്പൊ സാരന്മാരായ പുത്രന്മാരുണ്ടാകണമെങ്കിൽ ആര് നന്നാകണം? ഈ വനിതകൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കണം. അപ്പൊ വനിതാ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തു. ശരിക്കും കേരളത്തിൽ ഉടനീളം പെൺകുട്ടികളെ പഠിപ്പിക്കാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകണം എന്ന് ഗുരു പറഞ്ഞു. തിരുവനന്തപുരത്തൊക്കെ അങ്ങനെ ഉണ്ടായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ പഠിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നു. പക്ഷെ അപ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്ന ദൂരെയുള്ള ആളുകൾക്ക് അവിടെ വന്നു നിന്ന് പഠിക്കാനുള്ള സാഹചര്യമില്ല. അവിടെ പെൺകുട്ടികളല്ലേ, അവിടെ നിന്ന് പഠിക്കാൻ പറ്റുന്നില്ല. ഉടനെ തന്നെ SNV പോലെയുള്ള ഹോസ്റ്റലുകൾ അവിടെ ഉണ്ടാക്കുന്നു. അപ്പൊ SNV സദനങ്ങളിൽ പഠിച്ചാണ് ആദ്യകാലത്ത് വിദ്യാസമ്പന്നരായ സ്ത്രീകൾ ഉണ്ടാകുന്നത്. നോക്കൂ, ജസ്റ്റിസ് ഫാത്തിമ ബീവി അവിടെ പഠിച്ചതാണ് ശരിക്കും. അപ്പൊ SNVയിലാണ് താമസം. നമ്മുടെ KR ഗൗരിയമ്മ BA പാസ്സാകുന്നത് SNV സദനത്തിൽ പഠിച്ചുകൊണ്ടാണ്. അവിടെ പിന്നെ തന്റെ പഠനം പൂർത്തിയാക്കുന്നതിന് ഇടക്കാല താവളമായിട്ട് ഹോസ്റ്റലിലായിട്ട് സ്വീകരിക്കുന്ന SNV സദനത്തിലാണ്. അപ്പൊ ശരിക്കും തിരുവനന്തപുരത്ത് പഠിക്കുകയും അവിടെ തന്നെ താമസിക്കുകയും ചെയ്യുന്ന ഒരു രീതി, ശരിക്കും ഇതൊക്കെ ഒരു വിദ്യാഭ്യാസ വിപ്ലവം എന്നല്ലാതെ നമുക്ക് വേറെ എന്ത് പറയാനായിട്ട് സാധിക്കും? ഇനി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ മൂല്യാധിഷ്ഠിതമാകണം. നമ്മൾ ഇന്നല്ലേ ഇതൊക്കെ കേൾക്കുന്നത്? നമ്മുടെ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയിൽ നമ്മൾ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ, നമ്മൾ ഗാന്ധിജി പറഞ്ഞു പിന്നെ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ വേണം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഗുരു പറഞ്ഞു വാല്യൂ ബേസ്ഡ് ആയിരിക്കണം, മൂല്യാധിഷ്ഠിതമായിരിക്കണം വിദ്യാഭ്യാസം. അപ്പൊ ആത്മവിദ്യ ശീലിച്ച കുട്ടികള് യഥാർത്ഥത്തില് സത്യം, ധർമ്മം, ദയ, ശാന്തി, കാരുണ്യം മുതലായവയൊക്കെ സ്വായത്തമാക്കിയിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഈ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്ന് ലോകസേവ ചെയ്യാനായിട്ട് ഈ കുട്ടികൾ തയ്യാറാകണം. അപ്പൊ അത് പറയുമ്പോഴാണ് എനിക്കിപ്പം ഈ ഒരാഴ്ചക്ക് മുമ്പ് നടന്ന ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മുടെ ചെങ്കോട്ടയിൽ, നമ്മുടെ റെഡ് ഫോർട്ടിൽ നടന്ന ആ വിപ്ലവം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അവിടെ നടന്ന ആ പൊട്ടിത്തെറി ഒന്ന് ആലോചിച്ച് നോക്കണം. വൈറ്റ് കോളർ ടെററിസം ആണ് അവിടെ നടന്നത്. ശരിക്കും ഏറ്റവും വിദ്യാസമ്പന്നരായ ആൾക്കാരെ തെരഞ്ഞുപിടിക്കുന്നു. ആ തെരഞ്ഞു പിടിക്കുമ്പോഴും നമ്മൾ ആലോചിക്കണം, ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയുടെ ശോഷണം അവിടെ കാണുന്നുണ്ട്. മൂല്യാധിഷ്ഠിതമല്ല വിദ്യാഭ്യാസം, ആത്മവിദ്യ അല്ല ആദ്യം നമ്മൾ അടിവരയിട്ട് അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ട് ഉറപ്പിക്കുന്നത്. വെറുതെ കുറെ പഠിച്ചു പോവുക, വെറുതെ കെട്ടിപ്പൊക്കി പോവുക. അങ്ങനെ പഠിച്ചു വരുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും മനുഷ്യരോട് അല്ലെങ്കിൽ മൃഗങ്ങളോട്, ജീവജാലങ്ങളോട് ഒരു കാരുണ്യം ഉണ്ടാവുകയില്ല, സ്നേഹമുണ്ടാവുകയില്ല, ദയ ഉണ്ടാവുകയില്ല, കാരുണ്യം ഉണ്ടാവുകയില്ല, അക്രമവാസനയാണ് ഉണ്ടാകുന്നത്. അതിന്റെ പ്രത്യക്ഷോദാഹരണമാണ് അത്. ശരിക്കും ഡോക്ടേഴ്സിനെയാണ് അവര് കണ്ടുപിടിക്കുന്നത്.
അപ്പൊ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായിട്ട് പിന്നാക്കം നിൽക്കുന്നവരാണോ എന്ന് ചോദിച്ചാൽ അല്ല, മുന്നാക്കം നിൽക്കുന്നവരാണ്. പക്ഷേ അതിന്റെ അടിസ്ഥാനമുണ്ടല്ലോ, ആ അടിസ്ഥാനം എന്ന് പറയുന്നത് ആത്മവിദ്യയിലും മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിലും ഒക്കെ കിടക്കുകയാണ്. അതില്ലാതെ പോയാൽ ഗുരു പറഞ്ഞതുപോലെ നമ്മളും ഇരുകാലുമാടുകൾ തന്നെയാണ്, നമ്മളും കൊലപാതകികൾ ആകും. യാതൊരു തർക്കവുമില്ല. അതിനുള്ള പ്രത്യക്ഷ ഉദാഹരണമാണ് ഇത് എന്ന് പറയും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൈത്തൊഴിലുകൾ ശീലിക്കണം. ശരിക്കും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തണം. ശരിക്കും നമ്മളിപ്പം ഗാന്ധിജിയുടേതായിട്ടാണ് നമ്മള് എന്താണ് പിന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചാൽ നമ്മൾ മഹാത്മാഗാന്ധി എന്നാണ് പറയുന്നത്. എത്രയോ കൊല്ലങ്ങൾക്ക് ഗാന്ധിജി പറഞ്ഞു, ഒരു മാതൃകാ മനുഷ്യൻ നന്നാകാൻ ആദ്യം എന്ത് നന്നാകണം എന്ന് ഗുരുവിനോട് പണ്ട് ഒരു ചോദ്യം ചോദിച്ചു. ഒരു സാധാരണക്കാരൻ ഗുരു പറഞ്ഞു, വയറാണ് നന്നാകേണ്ടത്. അപ്പൊ എല്ലാവരും, ഗുരു ഒരുപാട് നർമ്മം പറയുന്ന ആളാണല്ലോ, എങ്ങനെയാണ് വയറ് നന്നാകേണ്ടത് എന്ന് ചോദിച്ചപ്പോഴ് ഗുരു പറഞ്ഞ ഒരു കാര്യമുണ്ട്. വയറ് നന്നാവുക എന്ന് പറഞ്ഞാൽ വയറ് ശുദ്ധമാവുക എന്നാണ്. വയറ് എങ്ങനെയാണ് ശുദ്ധമാകുന്നത്? അവനവന്റെ വിയർപ്പിന്റെ വിലയറിഞ്ഞ് ജീവിക്കുമ്പോൾ മാത്രമാണ് ഒരുവന്റെ വയറ്, ഒരുവന്റെ ശരീരം, മാത്രമല്ല അവന്റെ ആത്മാവ് ശുദ്ധമാകും. നമ്മൾ പാടുപെട്ടുണ്ടാകുന്ന 5 പൈസ പാടിക്കളയാൻ നമുക്ക് പറ്റും. വേറെ ആരെങ്കിലും തരുന്ന അത് നമുക്ക് ഒരാൾ തന്നതിനടുത്ത് 10 അല്ല 100 അല്ല 1000 വേണമെങ്കിലും കൊടുക്കാൻ നമ്മൾ തയ്യാറാകും. നമ്മൾ പാടുപെട്ട് അധ്വാനിച്ച് വിയർപ്പിന്റെ വില അറിഞ്ഞ് ഉണ്ടാക്കുന്ന ആ സാധനങ്ങളുടെ വില എന്ന് പറയുന്നത് ശരിക്കും അമൂല്യമാണ്. അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തൊഴിലധിഷ്ഠിതമാകണം. തൊഴിലിന് മറ്റൊരു മഹിമ കൂടിയുണ്ട്. തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവരും സമന്മാരാണ് എന്ന ബോധമുണ്ടാകുന്നു. ഒരുമിച്ച് തൊഴിൽ ചെയ്യുന്നു, ഒരുമിച്ച് അതാണ് സാധാരണക്കാർക്കിടയിൽ ഈ ഒരുമയുണ്ട്. പലപ്പോഴും വിദ്യാസമ്പന്നന്മാരായ വേലക്കിടയിലുള്ള ആളുകൾക്ക് ഈ ഒരുമയില്ല, സ്നേഹമില്ല, പരസ്പര സ്നേഹമില്ല. എന്താ കാര്യം എന്ന് ചോദിച്ചാല് തൊഴില് ചെയ്യുമ്പോഴ്, വിയർക്കുമ്പോഴ്, ജോലി ചെയ്യുമ്പോഴ്, ബുദ്ധിമുട്ടുമ്പോഴ് ആണ് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മളോടൊപ്പം ബുദ്ധിമുട്ടുന്ന ആൾക്കാരെയും പരിഗണിക്കാനായിട്ട് സാധിക്കുന്നത്. അവർക്കും വിഷമമുണ്ട്, അവർക്കും ആവശ്യങ്ങളുണ്ട്. നമ്മുടെ ഒരു സഹായം എന്ന് പറയുന്നത് എല്ലാവർക്കും, ശരിക്കും ലോകർക്ക് വേണ്ടി സമർപ്പിക്കാനുള്ളതും കൂടിയാണ് നമ്മുടെ ജീവിതം. അവനവന് വേണ്ടിയല്ല, ലോകർക്കും കൂടി സമർപ്പിക്കാൻ, ലോകസേവയ്ക്കും കൂടി ഉള്ളതാണ് ജീവിതം എന്ന ഒരു തോന്നല് യഥാർത്ഥത്തിൽ ഉണ്ടാകും. ഇനി അതോടൊപ്പം ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കൈത്തൊഴില് ഒരു വിദ്യാർത്ഥി നിർബന്ധമായും പഠിച്ചിരിക്കണം. നമ്മൾ പഠിച്ചത് കൊണ്ട് മാത്രം ജോലി കിട്ടണമെന്നില്ല. പക്ഷെ അതുകൊണ്ട് അവന്റെ ജീവിതം എന്ന് പറയുന്നത് അന്ധകാരത്തിൽ അടിപ്പെട്ട് പോകാൻ പാടില്ല. അതിന് ഒരു കൈത്തൊഴില് നിശ്ചയമായും അവൻ പഠിച്ചിരിക്കാം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ ഒരു പാത്രം തന്നെയാണ്. ഇപ്പൊ നെയ്ത്താണ്, അന്നത്തെ കാലഘട്ടത്തിൽ നെയ്ത്താണ് പരമ പ്രധാനം എന്ന് പറയുന്നത്. ഈ നെയ്ത്ത് പഠിപ്പിക്കാനായിട്ട് ഗുരു വെളിയിൽ പോയി ഇതുപോലൊക്കെ പോയി നെയ്ത്ത് പഠിച്ചിട്ട് വന്ന ആൾക്കാരെ കൊണ്ട് 5 തന്നെ കണ്ണുമുള്ളാകത്ത ഒരു മാധവൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തെ കൊണ്ടുവന്നാണ് ശിവഗിരിയിലെ കുട്ടികൾക്ക് നെയ്ത്ത് പഠിപ്പിച്ചു കൊടുത്തു. എന്താ ശരിക്കും ഈ തൽപരരായ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ ആയുർവേദം പഠിപ്പിക്കാം. അങ്ങനെ ഓരോരുത്തരുടെ അഭിരുചിക്ക് ഇണങ്ങിയ വിദ്യാഭ്യാസം, ഇണങ്ങിയ ഒരു കൈത്തൊഴില് അത് പകർന്നു കൊടുക്കാം. മാത്രമല്ല കലയില്, സംസ്കാരത്തില് ഒക്കെ പ്രാവീണ്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തു കൊടുക്കാം. അതിനൊക്കെ വളർത്തിയെടുക്കണം. അതിന് തൽപരരായ സർഗവാസനയുള്ള ആൾക്കാരെന്ന് പറയുന്നത് സ്നേഹത്തെ മുറുകെ പിടിക്കുന്നവരാണ്, ആർദ്രതയെ മുറുകെ പിടിക്കുന്നവരാണ്, സമഭാവനയെ മുറുകെ പിടിക്കുന്നവരാണ്, ശരിക്കും സാഹോദര്യത്തെ മുറുകെ പിടിക്കുന്നവരാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ അതിന് സ്ഥാനം കൊടുക്കണം അദ്ദേഹം പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ ഇനി കൃഷി എന്ന് പറയുന്നത്, ശരിക്കും നമ്മൾ പറയുന്ന കൃഷി എന്ന് പറയുന്ന ഒരു ജീവനോപാധിയാണ്. കൃഷി എന്ന് പറയുന്നത് എന്റെ സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതമാണ്. കൃഷിക്ക് ബേസിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക.
നിലം ഒരു ഒഴുക്ക് കള പറിച്ച് കളഞ്ഞിട്ട് നിലം ഒരുക്കി എടുക്കുന്നു അല്ലെ. അത് കഴിഞ്ഞിട്ട് അത് മെതിക്കുന്നു, അത് കഴിഞ്ഞിട്ട് അതിൽ വെള്ളം തുമ്പുന്നു, അത് കഴിഞ്ഞിട്ട് വിത്ത് പാകുന്നു, അത് കഴിഞ്ഞിട്ട് അത് മുള ഉണ്ടാകുമ്പോൾ അത് നനയ്ക്കുന്നു, അല്പം വന്ന് പൊന്തുമ്പോൾ വളമിടുന്നു, അതിനെ വളർത്തി വലുതാക്കി നിരന്തരം ശുശ്രൂഷിക്കുന്നു. ഫലമുണ്ടാകുമ്പോൾ അതിനെ നോക്കിക്കണ്ട് നമ്മൾ വേണ്ട കാര്യങ്ങളെല്ലാം ശുശ്രൂഷകളെല്ലാം ചെയ്യുന്നു. ഏറ്റവും അവസാനം അതായത് കേടും വരാത്ത വിധത്തില് ആ ഫലത്തെ നമ്മൾ സ്വായത്തമാക്കുന്നു. ജീവിതം. കൃഷി പഠിക്കുന്ന ഒരാള് എന്ന് പറയുന്നത്, കൃഷി ചെയ്യുന്ന ആളെന്ന് പറയുന്നത്, അതാണ് നമ്മൾ ആലപ്പുഴയിലെ കുട്ടനാട്ടുകാർ എന്ന് പറയുന്നത് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് എന്ന് നമ്മളെ. നിങ്ങൾക്ക് ഇപ്പൊ ക്ലാസ് എടുക്കാനായിട്ട് നമ്മുടെ കോളേജിൽ തന്നെയുള്ള ഒരു കൃഷ്ണമൂർത്തി സാർ വരും. സാറിന്റെ വിനയവും സാറിന്റെ സ്നേഹവും ഒക്കെ ഒന്ന് നിങ്ങൾ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആ സ്നേഹം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം ഒരു കൃഷിവലനാണ്. കൃഷി പഠിക്കണം. ഇങ്ങനെയുള്ള ഈ കൃഷിയെല്ലാം ഉന്നത വിദ്യാഭ്യാസം, കൃഷിയുടെ തലങ്ങളിൽ ഉന്നതന്മാരായ ആൾക്കാരെ വെളിയിൽ അയച്ച് പഠിപ്പിച്ച് ആ ആളുകളെ കൊണ്ടുവന്ന് ശരിക്കും അതിൽ തൽപരരായ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കണം. എന്താണ് ശരിക്കും ഹോം സയൻസ്, ശരിക്കും ഗൃഹശാസ്ത്രം അല്ലെ. ഇന്നത്തെ കാലത്തല്ലേ നമ്മൾ ഹോം സയൻസ് എന്നൊക്കെ പറയുന്നത്. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഗുരുദേവൻ പറഞ്ഞത് വിദ്യാലയങ്ങളിൽ ഹോം സയൻസ് പഠിപ്പിക്കണം. അടിസ്ഥാനപരമായിട്ട് ഹോം സയൻസ് എന്ന് പറയുന്ന ഗൃഹശാസ്ത്രം എന്ന് പറയുന്നത് ഏതൊരു വിദ്യാർത്ഥിയും അറിഞ്ഞിരിക്കണം. ഗുരുദേവൻ പറഞ്ഞതാണ്. അപ്പൊ ശരിക്കും ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കണം യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസം. ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജീവിതത്തിന് അടിത്തറയിടും, ജീവിതത്തെ കെട്ടിപ്പൊക്കും, ജീവിതത്തെ വളർത്തി വലുതാക്കിയെടുക്കും, ജീവിതത്തെ സുഗന്ധപൂരിതമാകും. ആ സുഗന്ധപൂരിതമാകുന്ന അവസ്ഥയിലാണ് ആകണം വിദ്യാർത്ഥികൾ ഗുരുക്കന്മാരായി മാറിയിട്ട് അവര് അനന്തര തലമുറയ്ക്ക് വിദ്യ പകർന്നു കൊടുക്കാനായിട്ട്. ഈ ഒരു പാഠമാണ് ഗുരുദേവൻ പഠിപ്പിച്ചത്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. എനിക്കിപ്പോ ശരിക്കും എനിക്ക് പറയാൻ സത്യം പറഞ്ഞാൽ സമയമില്ല. എന്തെല്ലാം കാര്യം ഒരു ജന്മം എന്ന് പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ പഠിപ്പിച്ച നമ്മുടെ ഗുരുദേവന്റെ മാനസപുത്രന്മാരായ ആൾക്കാരെല്ലാം വിവിധങ്ങളായ തലങ്ങളിൽ, നേരത്തെ ആയുർവേദം പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞു, അദ്ദേഹത്തിന്റെ മാനസപുത്രനായിരുന്നു ഭാർഗവം വൈദ്യൻ. ഭാർഗവം വൈദ്യൻ ശരിക്കും ഗുരുവിനൊപ്പം നീ കൂടെ വരുന്നോ എന്ന് പറഞ്ഞ് ആശാൻ വന്നത്, ആശാനെ കൊണ്ടുപോയതുപോലെ ഭാർഗവം വൈദ്യരെ കൊണ്ടുപോയതാണ്. കൊണ്ടുപോയി ശരിക്കും ഈ കുട്ടിക്ക് ആയുർവേദത്തിൽ ഒരു കഴിവുണ്ട് എന്ന് ഗുരു മനസ്സിലായി. ഗുരുവിന്റെ ഒരു മഹാമത്സരം നമ്മൾ ആലോചിക്കണം. ഗുരുവിന് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ എടുത്തല്ല ഒരു കുട്ടികളെ പഠിപ്പിച്ചത്. കുട്ടികളുടെ ഇഷ്ടം നോക്കിയിട്ട്, കുട്ടിക്ക് ഏതിലാണ് അഭിരുചി എന്ന് നോക്കിയിട്ട് ആ അഭിരുചിക്ക് ഇണങ്ങിയ ഒരു വിഷയം തിരഞ്ഞെടുത്തിട്ട് അതൊരു ഉപരിപഠനം നടത്താനായിട്ട് വിടുകയാണ്. അതിന് തന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ശരിക്കും പൈസ ഉള്ള ആളുകളെ സമീപിക്കാനും ഗുരുവിന് ഒരു മടിയും ഇല്ലായിരുന്നു. അങ്ങനെയാണ് പൽപ്പൂനെയൊക്കെ സമീപിക്കുന്നത് ആശാനെ പഠിപ്പിക്കാനായിട്ട്. അങ്ങനെ പഠിപ്പിച്ച ഒരാളാണ് ഭാർഗവം വൈദ്യർ. ആ ഭാർഗവം വൈദ്യര് ശരിക്കും ആയുർവേദ കോളേജിൽ പോയി പഠിക്കുന്നു. ഗുരുവാണ് പഠിപ്പിക്കുന്നത്. അവിടുത്തെ ലെക്ചറർ സ്റ്റുഡന്റായി, അവിടുത്തെ അധ്യാപകനായി, അവിടുത്തെ പ്രൊഫസറായി, അവിടുത്തെ പ്രിൻസിപ്പലായി ആയിട്ടാണ് റിട്ടയർ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും ഇത് കണ്ടോ, അടിത്തറ ഈ യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഗുരു പകർന്നു കൊടുത്ത ആരും തന്നെ, അല്ലെങ്കിൽ ഗുരുവിന്റെ അടുക്കൽ വിദ്യ അഭ്യസിക്കാനായിട്ട് വന്ന ആരും തന്നെ പാഴിപ്പോയിട്ടില്ലെന്ന് മാത്രമല്ല മേൽക്കുമേൽ സമുന്നതമായ പുരോഗതിയെ കൈവരിക്കുകയും അവരൊക്കെ ലോകത്തിന്റെ സന്താനങ്ങളായിട്ട് വിലസുകയും ചെയ്തു. ഗുരു പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും അതിന് തയ്യാറാകേണ്ടത് ഈ ലോകത്തിലുള്ള ആൾക്കാരാണ്. സമ്പന്നരായ ആൾക്കാർ, പണമുള്ള ആൾക്കാർ അവര് തയ്യാറാകണം. അവര് തയ്യാറായിട്ട് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഉദാരമായ സംഭാവനകൾ നൽകണം. നിധികള് കെട്ടി പെരുക്കി ഇരുന്നാൽ കേവലം അതിനൊരു നാണയത്തിന്റെയോ ഒരു കടലാസിന്റെയോ ഒക്കെ വില മാത്രമേ ഉള്ളൂ. ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അത് ഉദാത്തമായ ഒരു കർമ്മമാണ്. അതിനേക്കാൾ വലിയ ഒന്നില്ല സത്യം പറഞ്ഞാൽ. ഒരു കുട്ടിയെ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ്
ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്ന് പറയും. ഇങ്ങനെ ജീവിതത്തിന്റെ നാനാ തുറകളിലും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണെന്ന് അടിസ്ഥാനപരമായിട്ട് അടിയുറപ്പിച്ചിട്ട് അതിന്റെ നാനാ മേഖലകളെ അദ്ദേഹം അതിലൊക്കെ പ്രാവീണ്യം ഉണ്ടാകണം, വിദ്യാലയങ്ങൾക്ക് ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാതൃകാ വിദ്യാലയം സ്ഥാപിച്ചിട്ട് അതുപോലെയുള്ള ഇതര വിദ്യാലയങ്ങൾ കേരളത്തിൽ ഉടനീളം സ്ഥാപിക്കുവാനായിട്ട് അതിനുള്ള ആഹ്വാനം കൊടുത്തിട്ട് അങ്ങനെ ഉപദേശിച്ചിട്ട് സാധാരണക്കാരെ ഏറ്റവും ഇങ്ങറ്റത്ത് കിടന്ന ആൾക്കാരെ സമുദ്ധരിച്ചെടുക്കുകയും ചെയ്ത എന്താ പറയുന്ന മഹാസന്യാസി. അയ്യപ്പൻ പറയുന്നത് വിമലത്യാഗമേ മഹാസന്യാസമേ. ഉണ്ടോ? ഇതുപോലെ ത്യാഗിയായ ഒരാൾ ആരുണ്ട്? ഗുരു തന്നെ ശരിക്കും ഗുരുവായിട്ട് ഗുരു തന്നെ തന്റെ ഗുരുവായിട്ട് മനസ്സാകേണ്ട ഒരാളാണ്. അത് ബുദ്ധഭഗവാനാണ്. ബുദ്ധഭഗവാന്റെ വിദ്യാഭ്യാസ ദർശനവും സാമൂഹിക അല്ലെങ്കിൽ ലോകസേവ എന്ന് പറയുന്നത് തനിക്ക് അതാണ് നമ്മൾ പിന്തുടരേണ്ടത് എന്ന് പറഞ്ഞു. ജാതിയില്ല, മതമില്ല, സ്ത്രീ പുരുഷ ഭേദമില്ല, അല്ലെ, സർവരെയും ഒരേപോലെ കണക്കാക്കി എല്ലാവർക്കും വിദ്യ പകർന്നു കൊടുക്കുന്ന ആളായിരുന്നു ബുദ്ധൻ എന്ന് പറയുന്നത്. ആ ബുദ്ധൻ എന്ന് പറയുന്നത് ശരിക്കും പള്ളി എന്ന ബുദ്ധവിഹാര കേന്ദ്രങ്ങളെ ശരിക്കും വിഹാര കേന്ദ്രങ്ങൾ പള്ളി എന്ന പേരിലും അഹൈന്ദവമായ ആരാധനാലയങ്ങളെല്ലാം പലപ്പോഴും പള്ളി എന്ന പേരിൽ അറിയപ്പെട്ടു. ആ പള്ളിയോട് ചേർന്ന് എഴുത്തുപള്ളികൾ സ്ഥാപിച്ചു. ഇതുപോലെയാകണം വിദ്യാഭ്യാസം. ഗുരു പറഞ്ഞതാണ്. അപ്പൊ ശരിക്കും ഗുരു എത്രമാത്രം ബുദ്ധനെ സ്വാംശീകരിച്ചിരുന്നു എന്ന് നോക്കിക്കേ. ഇനി ഗുരുവിന്റെ ഈ വിദ്യാഭ്യാസ സങ്കല്പം എന്ന് പറയുന്നത് പ്രാവർത്തികമാക്കാനായിട്ട് ഉദയം കൊണ്ട ആൾക്കാരാണ് നേരത്തെ പറഞ്ഞ പലരും. ഞാൻ പറഞ്ഞ ഡോക്ടർ പൽപ്പു ആകട്ടെ, അല്ലെ, ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത് ഇതുപോലെ കുമാരനാശാനെ എടുത്ത് പഠിപ്പിച്ചു എന്നത് മാത്രമല്ല, ശരിക്കും ആരോഗ്യ രംഗത്തും സാമൂഹിക രംഗത്തും എവിടെയാണോ പിന്നാക്കക്കാര് ഉള്ളത് അവർക്ക് വേണ്ടി തന്നെ ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാണ് ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത്. കുമാരനാശാനാകട്ടെ കവിതയിലൂടെ മാത്രമല്ല, പ്രജാസഭാ പ്രസംഗങ്ങളിലൂടെ ശ്രീമൂലം പ്രജാസഭ അസംബ്ലിയിൽ നിരന്തരം സാധാരണക്കാരായ നമുക്ക് വേണ്ടിയിട്ട്, പിന്നാക്കക്കാർക്ക് വേണ്ടിയിട്ട് വാദിച്ച് പലതും ബില്ലാക്കിയെടുത്ത് അവതരിപ്പിച്ച് സംവരണം നേടിയെടുത്ത് എല്ലാവർക്കും വിദ്യ കൊടുക്കുക, പുരുഷനോടൊപ്പം സ്ത്രീക്കും വിദ്യ പകരുക, ഇങ്ങനെയുള്ള എല്ലാ അവകാശങ്ങളും യഥാർത്ഥത്തിൽ പ്രജാസഭ മെമ്പർ എന്നുള്ള രീതിയിൽ കുമാരനാശാൻ നേടിയെടുത്തു. ഇത് പോരാഞ്ഞിട്ട് കവിതയിലൂടെ ഗുരുവിന്റെ എല്ലാ ആദർശങ്ങളും, വിദ്യാഭ്യാസ ആദർശങ്ങൾ ഉൾപ്പെടെ, വിദ്യാസങ്കല്പം ഉൾപ്പെടെ തന്റെ കവിതയിലൂടെ അനാവരണം ചെയ്യും. നമ്മളൊന്ന് ഓർത്തു നോക്കൂ. കുമാരനാശാന്റെ നായികമാരാണല്ലോ പ്രധാനം. ആരുമില്ല, അറിവില്ലാത്ത ആളുകളായിട്ട് ആരുമില്ല. അതിന് മാതങ്കിയാണ് നമുക്ക് അല്പമെങ്കിലും പറയാൻ സാധിക്കുന്നത്. പക്ഷെ മാതങ്കി അന്നത്തെ കാലത്ത് ശരിക്കും അന്നത്തെ മതംഗ ജാതിയിൽപ്പെട്ട ഒരു രാജാവിന്റെ മകളെന്നുള്ള രീതിയിലുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നേടി ആത്മവിദ്യ സ്വായത്തമാക്കിയ പെൺകുട്ടികൾ. അല്ലാതെ ബുദ്ധന്റെ മുമ്പ് ചെല്ലുമ്പോൾ നിഗമരുന്നതിന്റെ മുമ്പിൽ ഇതുപോലെ മുമ്പിൽ ഒരു വിദ്യ ഉണ്ടാകണം, അല്ലെ? അപ്പൊ ഇങ്ങനെ താൻ പഠിപ്പിക്കുകയും തന്റെ പിന്നാലെ വന്നവർക്ക് വിദ്യ പകർന്നു കൊടുക്കുകയും അവരെ കൊണ്ട് തന്നെ വീണ്ടും പിന്നാക്കക്കാരെ സമുദ്ധരിക്കുവാനായിട്ട് പ്രവർത്തനം നടത്താൻ പ്രചോദനം നൽകുകയും ചെയ്ത ഒരു ഗുരുവര്യനാണ്. നമ്മൾ എന്താ അദ്ദേഹത്തെ വിളിക്കുക? ദൈവം എന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് വിളിക്കാൻ പറ്റില്ല. ഇതല്ലേ ദൈവം എന്ന് പറയുന്നത്. നമുക്ക് സകലതും തരുന്നു. അടിസ്ഥാനപരമായിട്ട് നമുക്ക് അന്നം, വസ്ത്രം, അല്ല, അതിയായവ എന്ന് പറയുന്നതിൽ പിന്നെ വിദ്യയാണ്. ഇതെല്ലാം തന്നിട്ട് നമ്മൾ സമുദ്ധരിച്ചെടുത്ത ആളാണ്. അത്
ഇത്രയും വിദ്യാഭ്യാസനം എന്ന് പറയാൻ സാധിക്കുന്ന ഒരു സന്യാസി, ആ സന്യാസിയുടെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കണമെന്ന് നമ്മൾ എത്രയോ നാളായിട്ട് നിരന്തരം വാദോല്ലാസനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. കേവലം 4 കൊല്ലത്തിന് മുമ്പാണ് ശ്രീനാരായണൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത്. നോക്കൂ, എല്ലാ വിദ്യാഭ്യാസന്മാരുടെ അംബേദ്കർ യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഏതെല്ലാം തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷെ ഗുരുദേവൻ ഒരു യൂണിവേഴ്സിറ്റി, ഗുരുദേവൻ പേരില് യഥാർത്ഥത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു പറ്റിയിട്ടില്ല. അതിൽ ഒരു പരിധി വരെ നമുക്ക് സന്തോഷിപ്പിക്കാം. ഇപ്പോഴത്തെ നാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വളരെ നല്ല രീതിയിൽ ശ്രീനാരായണ ധർമ്മങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ വിദ്യാസങ്കല്പത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. താമസിയാതെ അത് എന്ന് പറയുന്നത് ശ്രീനാരായണ യൂണിവേഴ്സിറ്റിയായി മാറണം. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ശ്രീനാരായണീയരായ ഗുരുദേവനെ ദൈവമായിട്ട് മനസ്സിൽ കൂട്ടിയിരുത്തിയിരിക്കുന്ന ആൾക്കാര് യോജിച്ച് പ്രവർത്തിക്കണം. തീർച്ചയായിട്ടും അതിന് ഫലം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഒന്നും എത്തിയിട്ടില്ലെന്ന് എനിക്കറിയാം സഹോദരങ്ങളെ. പക്ഷെ നിങ്ങളുടെ മഹാമനസ്കതയ്ക്കും നിങ്ങളുടെ കേൾക്കത്തില്ല ടീച്ചറെ. ക്ഷമയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഒരുപാട് അതിക്രമിച്ചു പോയി. ഇപ്പൊന്നും തീരുകയില്ല. വിശദമായിട്ട് നമുക്ക് എപ്പോഴെങ്കിലും ഓരോരോ വിഷയങ്ങൾ വേണമെങ്കിൽ എടുത്ത് നമുക്ക് പിന്നെ സംസാരിക്കാം. ഏതായാലും മര്യാദയുടെ മര്യാദ എനിക്ക് ഉണ്ടാകാനില്ല. അപ്പം ഞാൻ തൽക്കാലം ഞാൻ ഇതൊക്കെയാണ്. അപ്പം ഇതിനെ എനിക്ക് അവസരം തന്ന ഗുരുസ്വാമി ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഇത് കേൾക്കാനായിട്ട് ഒരുപാട് പേര് എല്ലാം ഞാൻ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം.